എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്തിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പോയിൻറ്റ്സിനകത്തിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ഭാഗങ്ങൾ എടുത്തെഴുതുകയാണ് ചെയ്യേണ്ടത്. 3rd, 4th, 5th യൂണിറ്റുകളിൽ നമുക്ക് വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടാവും. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വീഡിയോ കാണുക. ഒരു 30 to 40 മാർക്സ് ഈ ഒരൊറ്റ വീഡിയോയിലുള്ള നോട്ട്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എ 3-wheeled revolution എന്നുള്ള ഇർഫാൻ ആലമിൻ്റെ ചാപ്റ്ററാണ്. ഇർഫാൻ ആലം ഈസ് ദ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ, എ കമ്പനി വിച്ച് ഓർഗനൈസസ് ദ റിക്ഷ സെക്ടർ ഇൻ ഇന്ത്യ. ഇർഫാൻ ആലം ആരാണ്? ഹി ഈസ് ദ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ. ഫൗണ്ടറുമാണ് ചെയർമാനുമാണ്. എന്തിൻ്റെ? ഓഫ് സമ്മാൻ റിക്ഷാസ്. സമ്മാൻ റിക്ഷ എന്താ? എ കമ്പനി വിച്ച് ഓർഗനൈസസ് ദ റിക്ഷ സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ റിക്ഷ സെക്ടറിനെ ഓർഗനൈസ് ചെയ്യുന്നൊരു കമ്പനിയാണ് എന്ത്? സമ്മാൻ. ആ ഓർഗനൈസ് എന്നുള്ള വേർഡ് മറന്നു പോകരുത്. ഇർഫാൻ ആലം ഈസ് ദ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് ദ സമ്മാൻ ഫൗണ്ടേഷൻ. ഇറ്റ് ഈസ് എ കമ്പനി വിച്ച് ഓർഗനൈസസ് ദ റിക്ഷ സെക്ടർ ഇൻ ഇന്ത്യ. Samman implements innovations to increase operator incomes through advertising by introducing the sale of newspaper, water, fruit juice, etc. and by introducing first aid and music. നോക്കിക്കേ, സമ്മാൻ ഇംപ്ലിമെൻറ്റ്സ് ഇന്നോവേഷൻസ് ടു ഇൻക്രീസ് ഓപ്പറേറ്റർ ഇൻകംസ്. സമ്മാന് ഇന്നോവേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യും, കണ്ടുപിടുത്തങ്ങൾ, മാറ്റങ്ങൾ കൊണ്ടുവരും. എന്തിനാ? ടു ഇൻക്രീസ്, വർദ്ധിപ്പിക്കുവാൻ, ഓപ്പറേറ്റർ ഇൻകംസ്. ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ റിക്ഷാ പുള്ളറിൻ്റെ ഇൻകം വർദ്ധിപ്പിക്കാനുള്ള ഇന്നോവേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് സമ്മാൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇന്നോവേഷൻസ്? സച്ചാസ് അഡ്വർടൈസ് ചെയ്യുക, ഒപ്പം selling products like water, fruit juice, mobile cards, etc. and by introducing music and first aid. നോക്കിക്കേ, സമ്മാൻ implements innovations to increase operator incomes by selling products like water, fruit juice, mobile cards, etc. and through advertisements. അടുത്ത പോയിന്റ് നോക്കാം. ആലം was the first to introduce പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷാസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ് ഇർഫാൻ ആലം. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പറ്റി നമുക്ക് പഠിക്കാൻ വന്നത്. ഹി വൺ ദ വേൾഡ് ബാങ്ക്സ് ഇന്നൊവേഷൻ അവാർഡ്. അദ്ദേഹം വേൾഡ് ബാങ്കിൻ്റെ ഇന്നൊവേഷൻ അവാർഡ് വിൻ ചെയ്ത ആളാണ്. ആൻഡ് ടൈംസ് ഓഫ് ഇന്ത്യ നെയിംഡ് ഹിം ആസ് വൺ ഓഫ് ദ ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ടോപ്പ് 30 യൂത്ത് ഐക്കൺസിൽ ഒരാളായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു. ആലം entered into entrepreneurship by introducing sale of water bottles in rickshaws. റിക്ഷാസിൽ വാട്ടർ ബോട്ടിലിൻ്റെ സെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഓണ്ടർപ്രണർഷിപ്പിലേക്ക്, സംരംഭകത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഹി സ്റ്റാർട്ടഡ് അറ്റ് എ വെരി ഏർലി ഏജ്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഹി ന്യൂ ഹൗ ടു മേക്ക് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഹിസ് ബിസിനസ്. തൻ്റെ ബിസിനസ്സിൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കണം എന്ന് അദ്ദേഹത്തിന് വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. He showed an interest in stock market and started a portfolio management firm. അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയും ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഹി വാസ് ഗ്രാജുവേറ്റഡ് ഇൻ മാസ്റ്റേഴ്സ് ഓഫ് ഫോറിൻ ട്രേഡ്. അദ്ദേഹത്തിൻ്റെ ഡിഗ്രി മാസ്റ്റേഴ്സ് ഓഫ് ഫോറിൻ ട്രേഡ് ആണ്. നോക്കിക്കേ, ആലം entered into entrepreneurship by introducing the sale of water bottles in rickshaws. He started at a very early age and he knew how to make profit. He showed an interest in stock market and he started a portfolio management firm. അടുത്തത്, ലേറ്റർ ഹി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇന്ത്യൻ TV ഷോ കോൾഡ് ബിസിനസ് ബാസികർ. ബിസിനസ് ബാസികർ എന്ന് പറയുന്ന ഒരു ഓണ്ടർപ്രണർ ഹണ്ട്, ഒരു സംരംഭകനെ തേടിയുള്ള ഒരു റിയാലിറ്റി ഷോയിൽ അദ്ദേഹം പങ്കെടുത്തു. His idea was to organize the rickshaw sector so that more income could be assured for the rickshaw puller. റിക്ഷാ പുള്ളറിന് കൂടുതൽ വരുമാനം അഷ്വർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഓർഗനൈസേഷനാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത്. ഹിസ് ഐഡിയ വാസ് ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ സോ ദാറ്റ് മോർ ഇൻകം കുഡ് ബി അഷ്വേർഡ് ഫോർ ദ റിക്ഷ പുള്ളർ. ഹി വൺ ദ ഷോ. അദ്ദേഹം ആ ഷോ വിജയിച്ചു. ആൻഡ് വാസ് ഓഫേർഡ് ദ സീഡ് മണി ഓഫ് 1.5 crores. അദ്ദേഹത്തിന് 150 ലക്ഷം, 1.5 കോടി രൂപ ഓഫർ ചെയ്യപ്പെട്ടു. ബട്ട് ദ പ്രോബ്ലം ഈസ് ഹി റിജക്റ്റഡ് ദ മണി ബിക്കോസ് ദ ഓർഗനൈസേഴ്സ് ഡിഡ് നോട്ട് എഗ്രി ടു ഹിസ് മോഡൽ. Though he got the money, though he was offered the money, he did not accept it because the organizers of the show did not agree to his model. അദ്ദേഹത്തിൻ്റെ മോഡൽ അവർ എഗ്രി ചെയ്തില്ല.
ബൈ മൊബിലൈസിങ് ഫണ്ട് ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഹി സ്റ്റാർട്ടഡ് സമ്മാൻ ഫൗണ്ടേഷൻ. അങ്ങനെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ട് അദ്ദേഹം സമ്മാൻ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു. എയിമിങ് ടു എംപവർ ദ റിക്ഷാപ്പുള്ളേഴ്സ്, റിക്ഷാപ്പുള്ളേഴ്സിനെ എംപവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. ദ റിക്ഷാപ്പുള്ളർ റിമെയിൻഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ്. റിക്ഷാപ്പുള്ളർ സോഷ്യൽ പിരമിഡിൻ്റെ ഏറ്റവും ബോട്ടത്തിലാണ് കിടക്കുന്നത്. ദ മണി ദേ ഏൺഡ് വാസ് ബെയർലി ഇനഫ് ടു സസ്റ്റെയിൻ ദെയർ ഫാമിലീസ്. അവർ ഏൺ ചെയ്യുന്ന പണം അവരുടെ ഫാമിലീസിനെ സസ്റ്റെയിൻ ചെയ്യാൻ തികയാറില്ല. സോ ഹി സ്റ്റാർട്ടഡ് സമ്മാൻ വിത്ത് എ സോഷ്യൽ കോസ് ടാർഗറ്റിംഗ് ദ പീപ്പിൾ അറ്റ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ്. സാമൂഹികമായ പിരമിഡിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന ആളുകളെ എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു സോഷ്യൽ കോസോടുകൂടി, ഒരു സാമൂഹിക ചിന്തയോടുകൂടിയാണ് അദ്ദേഹം സമ്മാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി സമ്മാൻ ഫൗണ്ടേഷനിൽ വരുന്നത് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ടെന്നുള്ളതാണ് നോക്കുക. വെൻ എ റിക്ഷാപ്പുള്ളർ അപ്രോച്ചസ് സമ്മാൻ, ഒരു റിക്ഷാപ്പുള്ളർ സമ്മാനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ദർ ഇസ് എ വെരിഫിക്കേഷൻ പ്രോസസ്സ്. ആദ്യം ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണുള്ളത്. സമ്മാൻ ഹെൽപ്സ് ദം ടു ഗെറ്റ് ലോൺസ് ഫ്രം ബാങ്ക്സ്. സമ്മാന് അവരെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനായിട്ട് സഹായിക്കും. ആൻഡ് വെൻ ദേ റൈഡ് ദെയർ ഓൺ വെഹിക്കിൾസ്, അവരവരുടെ സ്വന്തം വെഹിക്കിൾ റൈഡ് ചെയ്യുമ്പോൾ ദേ ഫീൽ ട്രൂലി എംപവേർഡ്, അവർക്ക് എംപവേർഡ് ആയതായിട്ട് ഫീൽ ചെയ്യും. സമ്മാൻ പ്രൊവൈഡ്സ് ദം ആക്സിഡൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. സമ്മാൻ അവർക്ക് ആക്സിഡൻറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും. സമ്മാൻ പ്രൊവൈഡ്സ് ദം ID കാർഡ്സ് ആൻഡ് യൂണിഫോംസ്. സമ്മാൻ അവർക്ക് ID കാർഡ്സും യൂണിഫോംസും പ്രൊവൈഡ് ചെയ്യും. മോർ ഓവർ ദേ ബിക്കം എ പാർട്ട് ഓഫ് ദ സമ്മാൻ ഫാമിലി. അവർ സമ്മാൻ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറും. ദെയർ സ്പൗസസ് ആൻഡ് ചിൽഡ്രൻ. സ്പൗസ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഓർ വൈഫ്, പങ്കാളി, പാർട്ട്ണർ എന്നുള്ള അർത്ഥത്തിലാണ്. ദെയർ സ്പൗസസ് ആൻഡ് ചിൽഡ്രൻ ക്യാൻ അറ്റൻഡ് ഫ്രീ ഈവനിങ് ക്ലാസ്സസ് കോൾഡ് സമ്മാൻ ഗ്യാൻ. സമ്മാൻ ഗ്യാൻ എന്ന് പറയുന്ന ഫ്രീ ഈവനിങ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നൗ ദേ ഹാവ് എ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി, ദേ ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. ഞങ്ങൾക്കും ചോദിക്കാനും പറയാനും ആളുണ്ടെന്നുള്ളൊരു ഐക്യബോധം അവരിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ എങ്ങനെയാണ് സമ്മാൻ്റെ ഓപ്പറേഷൻ മോഡൽ. ആദ്യം സമ്മാൻ എന്താണെന്ന് പറയണം. സമ്മാൻ ഈസ് എ കമ്പനി വിച്ച് ഓർഗനൈസസ് ദ റിക്ഷ സെക്ടർ ഇൻ ഇന്ത്യ. It implements innovations to increase operator incomes through advertisement by introducing music and newspapers and by selling products like water, fruit juice, mobile cards, etc. When a rickshaw puller approaches someone, there is a verification process. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. ആൻഡ് സമ്മാൻ ഹെൽപ്സ് ദം ടു ഗെറ്റ് ലോൺ ഫ്രം ബാങ്ക്സ്. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ സമ്മാൻ സഹായിക്കും. ആൻഡ് വെൻ ദേ റൈഡ് ദെയർ ഓൺ വെഹിക്കിൾസ് ദേ ഫീൽ ട്രൂലി എംപവേർഡ്. അവർ സ്വന്തം വെഹിക്കിൾ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് എംപവേർഡ് ആയതായിട്ട് ഫീൽ ചെയ്യും. സമ്മാൻ പ്രൊവൈഡ്സ് ദം ആക്സിഡൻറ്റ്സ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ആക്സിഡൻറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും. സമ്മാൻ പ്രൊവൈഡ്സ് ദം ID കാർഡ്സ് ആൻഡ് യൂണിഫോംസ്. ID കാർഡും യൂണിഫോമും സമ്മാൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. മോർ ഓവർ ദേ ബിക്കം എ പാർട്ട് ഓഫ് ദ സമ്മാൻ ഫാമിലി. അവർ സമ്മാൻ ഫാമിലിയുടെ ഭാഗമാകുന്നു. ദെയർ സ്പൗസസ് ആൻഡ് ചിൽഡ്രൻ ക്യാൻ അറ്റൻഡ് ഫ്രീ ഈവനിങ് ക്ലാസ്സസ് കോൾഡ് സമ്മാൻ ഗ്യാൻ. സമ്മാൻ ഗ്യാൻ എന്നുള്ള ഫ്രീ ഈവനിങ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. നൗ ദേ ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് എ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. ഈ പോയിൻ്റാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അടുത്തത് സമ്മാൻ്റെ ഇൻകം എങ്ങനെയാണെന്നുള്ളതാണ്. ദർ ആർ 3 types ഓഫ് ഇൻകം. സമ്മാന് 3 തരം ഇൻകം ആണുള്ളത്. 3 types. ഒന്ന് ഇൻകം ത്രൂ ട്രാൻസ്പോർട്ടേഷൻ. ഇൻകം ത്രൂ ട്രാൻസ്പോർട്ടേഷൻ. ഇൻകം ത്രൂ ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ വഴി കിട്ടുന്ന ഇൻകം അത് ആർക്കുള്ളതാ? ദാറ്റ് ഈസ് സോളിലി ഫോർ ദ റിക്ഷാ പുള്ളർ. സോളിലി ഫോർ ദ റിക്ഷാ പുള്ളർ. പൂർണ്ണമായിട്ടും റിക്ഷാ പുള്ളറിനുള്ളതാണ്. solely for the rickshaw puller. So there are 3 types of incomes. First is the income through transportation, that is solely for the rickshaw puller. Second, the income from advertisement. Advertisement is only income. Samman rickshaws are designed in such a way that there is plenty of space to display advertisements. Samman rickshaw design ചെയ്തിരിക്കുന്നത് അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉള്ള രീതിയിലാണ്. Samman rickshaws are designed in such a way that there is plenty of space to display advertisements. And the income is shared between Samman and the rickshaw puller. The revenue is shared between Samman and rickshaw puller. Revenue Sammanum rickshaw pullerum share ചെയ്യുക. So first is the income through transportation. The income is solely for the rickshaw puller. The income through advertising. Samman rickshaws are designed in such a way that there is plenty of space to display advertisements. And the revenue is shared between Samman and the rickshaw puller. And there is a third type of income. That is the rickshaw puller can choose to sell. ചൂസ് ചെയ്യാം, വേണമെങ്കിൽ ചൂസ് ചെയ്താൽ മതി. വിൽക്കാം. എന്തൊക്കെ? പ്രോഡക്ട്സ് ലൈക്ക് വാട്ടർ, ഫ്രൂട്ട് ജ്യൂസ്, മൊബൈൽ കാർഡ്സ് എക്സെട്ര. The rickshaw puller can choose to sell products like water, fruit juice, mobile cards, etc. And the profit
ഇവിടെ പ്രോഫിറ്റാണ് ഈ ഷെയർഡ് ബിറ്റ്വീൻ സമ്മാൻ ആൻഡ് റിക്ഷ പുള്ളർ. പ്രോഫിറ്റ് സമ്മാനും റിക്ഷ പുള്ളറും ഷെയർ ചെയ്യുകയാണ്. So there are 3 types of income. The income through transportation, that is solely for the rickshaw puller. The income through advertising. Samman rickshaws are designed in such a way that there are plenty of spaces to display advertisement, and the revenue is shared between Samman and the rickshaw puller. Samman rickshaw puller. The third type of income is the income by selling products. Samman rickshaw puller can choose to sell water, fruit juice, mobile cards, etc. And the profit is shared between Samman and the rickshaw puller. And the R&D wing of Samman is working on a solar powered fiberglass rickshaw. R&D wing, research and development wing, ഒരു സോളാർ പവർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷയിൽ റിസർച്ച് നടത്തുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 ചോദ്യങ്ങൾക്കുള്ള ഐഡിയാസാണ് നമ്മൾ ഇതിൽ നിന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്തത് സ്കിൽസ് ആൻഡ് ഓണ്ടർപ്രണർ നീഡ്സ്. ഒരു സംരംഭകന് വേണ്ടുന്ന കഴിവുകൾ, സ്കിൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻ ഓണ്ടർപ്രണർ ഈസ് എ പേഴ്സൺ ഹു ഐഡൻറ്റിഫൈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഒരു അവസരം കണ്ടെത്തുന്ന, ഐഡൻറ്റിഫൈ ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. അത് മാത്രം ചെയ്താൽ പോരാ, പുട്സ് ഇൻ കോൺഷ്യസ് ഇഫേർട്സ്, മനഃപൂർവ്വമായിട്ട് അധ്വാനിക്കുക. ടു മേക്ക് ഇറ്റ് ആൻ എൻ്റർപ്രൈസ്, അതിനെ ഒരു സംരംഭമാക്കി മാറ്റാൻ മനഃപൂർവ്വം ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. An entrepreneur is a person who identifies an opportunity and puts in conscious efforts to make it an enterprise. An entrepreneur is a person who identifies an opportunity and puts in conscious efforts to make it an enterprise. Entrepreneurship is an important tool to tackle unemployment. Unemployment, തൊഴിലില്ലായ്മയെ ടാക്കിൾ ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് entrepreneurship. An entrepreneur is a person who identifies an opportunity and puts in conscious efforts to make it an enterprise. Entrepreneurship is an important tool to tackle unemployment. Introduction കാണാൻ പഠിക്കുക. ഇനി അടുത്ത പോയിന്റ്, ചോദ്യം ചോദിക്കുന്നതിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുക. ഇൻ അവർ കൺട്രി പീപ്പിൾ ജനറലി ഡിസ്കറേജ് യൂത്ത് ഫ്രം ട്രേഡിംഗ് ദ പാത്ത് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. നമ്മുടെ നാട്ടിൽ ആളുകൾ പൊതുവെ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് പോകുന്ന ആളുകളെ ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? ആർക്കും ഇതിൽ ട്രസ്റ്റ് ഇല്ല. ബട്ട് നൗ people have started realizing the importance of the word of future entrepreneurship. പക്ഷേ ഇപ്പോൾ ആളുകൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തുടങ്ങി. The government is giving training for those who trade this path. ഈ വഴിയിൽ പോകുന്ന ആളുകൾക്ക് ഗവൺമെൻറ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. One can make his dreams possible by making use of his brain to let out the maximum output. ഒരാൾക്ക് തൻ്റെ സ്വപ്നങ്ങളെ തൻ്റെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. Success is the fruit of perseverance. സ്ഥിരോത്സാഹം, പെർസിവറൻസിൻ്റെ സ്ഥിരോത്സാഹം, സ്ഥിരോത്സാഹത്തിൻ്റെ സമ്മാനമാണ് സക്സസ് എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് ഓണ്ടർപ്രണറിന് എന്തൊക്കെ സ്കിൽസ് വേണം? ഓണ്ടർപ്രണർ 3 തരം സെൻറ്റൻസുകളാണ്. ഒന്നുകിൽ ആൻ ഓണ്ടർപ്രണർ ഷുഡ് ബി, ആൻ ഓണ്ടർപ്രണർ ഷുഡ് ബി പേഷ്യൻറ്റ്, ആൻ ഓണ്ടർപ്രണർ ഷുഡ് ബി പങ്ക്ച്വൽ, ആൻ ഓണ്ടർപ്രണർ ഷുഡ് ബി സോഷ്യബിൾ, ആൻ ഓണ്ടർപ്രണർ ഷുഡ് ബി ഒപ്റ്റിമിസ്റ്റിക്. അങ്ങനെ. അല്ലെങ്കിൽ ആൻ ഓണ്ടർപ്രണർ ഷുഡ് ഹാവ്, ആൻ ഓണ്ടർപ്രണർ ഷുഡ് ഹാവ് പങ്ക്ച്വാലിറ്റി, ആൻ ഓണ്ടർപ്രണർ ഷുഡ് ഹാവ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്, ആൻ ഓണ്ടർപ്രണർ ഷുഡ് ഹാവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അങ്ങനെ ഒരു സെൻറ്റൻസ്. അല്ലെങ്കിൽ ആൻ ഓണ്ടർപ്രണർ ഈസ് ദ വൺ. An entrepreneur is the one who identifies his opportunities. An entrepreneur is the one who invests his money. An entrepreneur is the one who invests his time. അപ്പോൾ പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ, സെൽഫ് റെസ്പെക്റ്റ്, സോഷ്യബിൾ, ഇൻവെസ്റ്റിംഗ്, ദ എബിലിറ്റി ടു ഇൻവെസ്റ്റ് മണി, ടു ടേക്ക് അപ്പ് കാൽക്കുലേറ്റഡ് റിസ്ക്, ഇങ്ങനെയുള്ള ഐഡിയാസാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഇഷ്ടം പോലെ ഐഡിയാസ് ഉണ്ട്, മനസ്സിൽ ഓർമ്മ വരുന്ന എഴുതുക. ഇവിടെ ഞാൻ കുറച്ച് പറയാം. An entrepreneur is a person with genuine and good ideas. വളരെ നല്ല സ്വാഭാവികമായ ഐഡിയാസ് ഉള്ള ആളാണ് ഓണ്ടർപ്രണർ. ഹീ ഷുഡ് ഹാവ് ദ റെഡിനെസ് ടു ടേക്ക് അപ്പ് റിസ്ക് എടുക്കാനുള്ള റെഡിനെസ് ഉണ്ടാവണം. ടേക്ക് അപ്പ് കാൽക്കുലേറ്റഡ് റിസ്ക്. ആൻഡ് ഓണ്ടർപ്രണർ ഷുഡ് ബി ഏബിൾ ടു ഗ്യാദർ മണി ഫോർ ഹിസ് ബിസിനസ്സിന് മണി ഗ്യാദർ ചെയ്യാൻ കഴിയണം. ആൻഡ് ഓണ്ടർപ്രണർ ഇൻവെസ്റ്റ് എ ലോട്ട് ഓഫ് മണി, ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യണം. ഹിസ് വാല്യുബിൾ ടൈം, അതിലുപരി അദ്ദേഹത്തിൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. ഹിസ് ഹെൽത്ത്, തൻ്റെ ആരോഗ്യം ഇൻവെസ്റ്റ് ചെയ്യണം. ആൻഡ് ഹിസ് ലൈഫ്, തൻ്റെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യണം. ഹി ഷുഡ് ബി ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസിയായിരിക്കണം. ഷുഡ് ബി പേഷ്യൻറ്റ്, ക്ഷമയോടെ കാത്തിരിക്കണം. ലേൺ ദി ആർട്ട് ഓഫ് വെയിറ്റിംഗ്, കാത്തിരിക്കാൻ പഠിക്കണം. ഹി ഷുഡ് അക്നോളജ് റിയാലിറ്റി, ചില സമയങ്ങളിൽ പാളിച്ചകളുണ്ടാവും, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം, അക്നോളജ് ചെയ്യണം. ഹി ഷുഡ് ലേൺ ടു കൺട്രോൾ ഹിസ് ഇമോഷൻസ്, തൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഷുഡ് ബി പങ്ക്ച്വൽ, പങ്ക്ച്വാലിറ്റി ഉണ്ടാവണം. വാല്യൂസ് ഇല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് വിജയിക്കത്തില്ല. ഷുഡ് ഹാവ് ഗുഡ് മെമ്മറി ആൻഡ് പേഴ്സണാലിറ്റി, നല്ല ഓർമ്മയും നല്ല വ്യക്തിത്വം ഉണ്ടാവണം. ബിസിനസ് മെൻറ്റാലിറ്റി ആൻഡ് പ്രൊഫഷണലിസം ഷുഡ് ബി ദെയർ, ബിസിനസ് മെൻറ്റാലിറ്റിയും പ്രൊഫഷണലിസം ഉണ്ടാവണം. ഷുഡ് ബി സിൻസിയർ ടു ഹിസ് ബിസിനസ്, തൻ്റെ ബിസിനസ്സിനോട് ആത്മാർത്ഥത ഉണ്ടാവണം. ആൻ ഓണ്ടർപ്രണർ ഷുഡ് ബി ഏബിൾ ടു അനലൈസ് സിറ്റുവേഷൻസ് ആൻഡ് ഷുഡ് ആക്ട് അക്കോർഡിംഗ്ലി, സിറ്റുവേഷൻസ് അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് ആക്ട് ചെയ്യുകയും ചെയ്യണം. ഹി ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലംസ്
ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻസ്. പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അതിനുള്ള പരിഹാരം കണ്ടെത്താനും സാധിക്കണം. ഹീ ഷുഡ് ലേൺ ടു ഫൈറ്റ് വിത്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനെ ഫൈറ്റ് ചെയ്യാൻ പഠിക്കണം. ഹീ ഷുഡ് ബി ഓപ്പൺ ടു ഐഡിയാസിന് ഓപ്പൺ ആവണം. ഹീ ഷുഡ് അപ്ഡേറ്റ് ഹിസ് നോളജ് ആൻഡ് ഷുഡ് ഫൈൻഡ് ഔട്ട് ഹിസ് റിസോഴ്സസ്. തൻ്റെ നോളജ് അപ്ഡേറ്റ് ചെയ്യുകയും തൻ്റെ റിസോഴ്സുകളെ കണ്ടെത്തുകയും ചെയ്യണം. ആൻ ഓണ്ടർപ്രണർ ഷുഡ് ബി ജെൻറ്റിൽ ആൻഡ് പൊളൈറ്റ് ഇൻ ഹിസ് മാനേഴ്സ്. ജെൻറ്റിലായിരിക്കണം, തൻ്റെ മാനേഴ്സിൽ പൊളൈറ്റ് ആയിരിക്കണം. ഹീ ഷുഡ് ലേൺ ടു അഡ്ജസ്റ്റ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. പലതരം ആളുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഹീ ഷുഡ് ബി ജെൻറ്റിൽ വിത്ത് ജെൻറ്റിൽ പീപ്പിൾ ആൻഡ് ടഫ് വിത്ത് റഫ് പീപ്പിൾ. ജെൻറ്റിലായിട്ടുള്ള ആളുകളോട് ജെൻറ്റിലായിരിക്കണം, റഫായിട്ടുള്ള ആളുകളോട് ടഫായിരിക്കണം. ഹീ ഷുഡ് ലേൺ ദ ലെസൺസ് ഓഫ് നെഗോഷിയേറ്റിംഗ് സ്കിൽസ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പരിഹരിക്കാൻ പഠിക്കണം. ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടാവണം. ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവണം. ദെൻ ഹീ ഷുഡ് ബി സോഷ്യബിൾ ആയിരിക്കണം, എല്ലാവരോടും ഓപ്പൺ ആയിരിക്കണം. ആൻഡ് എ ട്രൂ ഓണ്ടർപ്രണർ ഇസ് ദ വൺ ഹു ഫൈൻഡ്സ് ഹിസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എവറിത്തിങ് ഹി സീസ് അറൗണ്ട് ഹിം. തനിക്ക് ചുറ്റും കാണുന്ന എന്തിലും ഒരവസരം കണ്ടെത്തുന്ന ആളാണ് ഒരു നല്ല ഓണ്ടർപ്രണർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇനി നമ്മളോട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നോക്കിക്കേ, വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് യുവർ സക്സസ്? ഒരു സക്സസ്ഫുള്ളായ പേഴ്സണെ ഇൻ്റർവ്യൂ ചെയ്യാനാണ് ചോദിക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് യുവർ സക്സസ്? നിങ്ങളുടെ വിജയത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? ഒരു കോണ്ടെക്സ്റ്റ് തന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒഴികെ ഒരു ജനറലൈസ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഐ എം എ ട്രൂ ബിലീവർ ഓഫ് ഗോഡ്. ഐ ഓൾവേസ് ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഞാൻ കാര്യങ്ങളെ എപ്പോഴും വ്യത്യസ്തമായിട്ട് ചെയ്യാറുണ്ട്. ഹൂ ഈസ് യുവർ റോൾ മോഡൽ? താങ്കളുടെ റോൾ മോഡൽ ആരാണ്? വാട്ട് വാസ് യുവർ അംബിഷൻ വെൻ യു വെർ എ ചൈൽഡ്? താങ്കൾ കുട്ടിയായിരുന്നപ്പോൾ താങ്കളുടെ ആഗ്രഹം എന്തായിരുന്നു? വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദ യങ്ങർ ജനറേഷൻ? ഇപ്പോഴത്തെ തലമുറയ്ക്ക് താങ്കളുടെ ഉപദേശം എന്താണ്? പിന്നെ വാട്ട് ഡു യു ഡു വെൻ യു ഫേസ് ചലഞ്ചസ്? താങ്കൾ ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ താങ്കൾ എന്താണ് ചെയ്യാറുള്ളത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇൻ്റർവ്യൂ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്. അടുത്തത് സജഷൻസ് ടു ഇംപ്രൂവ് സമ്മാൻ റിക്ഷാസ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഇത് ഇമെയിലായിട്ടായിരിക്കും ചോദിക്കുക. ഇമെയിൽ ചോദിച്ചാൽ എങ്ങനെ എഴുതണ്ടേ? ടു irfanalam@gmail.com. CC ചുമ്മാ വെച്ചാൽ മതി, ഒന്നും എഴുതണ്ട, ഇങ്ങനെ കോളം വരച്ചിട്ടാൽ മതി. BCC ചുമ്മാ ഇങ്ങനെ കോളം വരച്ചിട്ടാൽ മതി, ഒന്നും എഴുതണ്ട. സബ്ജക്റ്റ് ഇതെല്ലാം താഴെ നിൽക്കണേ. സബ്ജക്റ്റ് എന്താ? സജഷൻസ് ടു ഇംപ്രൂവ് റിക്ഷാസ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. എന്നിട്ട് ഇതൊരു ബോക്സിൽ വരച്ചിടുക. എന്നിട്ട് ഇതിൻ്റെ താഴോട്ട് വേണം നമ്മൾ കണ്ടൻ്റായിട്ട് എഴുതാൻ. ഡിയർ ഇർഫനാലം അല്ലെ റെസ്പെക്റ്റഡ് ഇർഫനാലം എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഐ കൺഗ്രാജുലേറ്റ് യു ഫോർ യുവർ വെഞ്ചർ വിത്ത് സമ്മാൻ റിക്ഷാസ്. സമ്മാൻ റിക്ഷാസിലെ താങ്കളുടെ വെഞ്ചറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇറ്റ് ഈസ് റിയലി എ ഗുഡ് ഇഫേർട്ട് ദാറ്റ് യു ഇൻട്രൊഡ്യൂസ് പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷാസ്. താങ്കൾ പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. ഐ കെയിം ടു നോ ദാറ്റ് ദ R&D വിങ് ഓഫ് സമ്മാൻ ഈസ് പ്ലാനിങ് ടു റീഡിസൈൻ റിക്ഷാസ്. ആ സമ്മാൻ്റെ R&D വിങ് റിക്ഷാസ് റീഡിസൈൻ ചെയ്യുന്നു എന്ന് ഞാൻ അറിയാനിടയായി. ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് എ ഫ്യൂ മോഡിഫിക്കേഷൻസ്. എനിക്ക് ചില മോഡിഫിക്കേഷൻസ് സജസ്റ്റ് ചെയ്യാനുണ്ട്. നോക്കിക്കേ, റിക്ഷാസ് കുഡ് ബി ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് പാസഞ്ചേഴ്സ് ഗെറ്റ് മോർ സ്പേസ്. പാസഞ്ചേഴ്സിന് കൂടുതൽ സ്പേസ് കിട്ടുന്ന രീതിയിൽ റിക്ഷാസ് റീഡിസൈൻ ചെയ്യുക. പാനൽ ഷുഡ് ബി ദെയർ ഫോർ ദ പ്രൈവസി ഓഫ് പാസഞ്ചേഴ്സ്. പാസഞ്ചേഴ്സിൻ്റെ പ്രൈവസിക്ക് വേണ്ടി പാനൽസ് വെക്കുക. ദ സീറ്റ്സ് ഷുഡ് ബി മെയ്ഡ് ഓഫ് കുഷൻ വിത്ത് ഹെഡ് റെസ്റ്റ്. സീറ്റ്സ് കുഷനും ഹെഡ് റെസ്റ്റും ഉള്ള സീറ്റ്സ് ഫിറ്റ് ചെയ്യുക. ദ റിക്ഷ ഷുഡ് ബി റീഡിസൈൻഡ് ആസ് ലോ ഫ്ലോർ ഫോർ ദ കൺവീനിയൻസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ഏജ്ഡ് പീപ്പിൾ. കുട്ടികൾക്കും പ്രായമുള്ള ആളുകൾക്കും അവരുടെ കൺവീനിയൻസിന് വേണ്ടി റിക്ഷാസ് ലോ ഫ്ലോർ ആക്കാം. ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് ബോർഡ്സ് ക്യാൻ റീപ്ലേസ് ഓർഡിനറി റിട്ടേൺ പോസ്റ്റേഴ്സ്. ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് ബോർഡ്സ് വെച്ചിട്ട് ഓർഡിനറി റിട്ടേൺ പോസ്റ്റേഴ്സിനെ റീപ്ലേസ് ചെയ്യാം. ഡിജിറ്റൽ TV ഫോർ ദ അഡ്വർടൈസ്മെൻറ്റ് പർപ്പസ് ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ ദ ബാക്ക് ഓഫ് റിക്ഷ. റിക്ഷയുടെ പുറകിൽ ഒരു ഡിജിറ്റൽ TV പരസ്യത്തിന് വേണ്ടി വയ്ക്കാം. റേഡിയോ ആൻഡ് TV ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ റിക്ഷാസ് ആസ് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റി. എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റി ആസ് റേഡിയോയും TVയും ഫിറ്റ് ചെയ്യാം. വൈഫൈ റൂട്ടർ കുഡ് ബി പ്ലേസ്ഡ് സോ ദാറ്റ് പാസഞ്ചേഴ്സ് ഗെറ്റ് ആക്സസ് ടു ഇൻ്റർനെറ്റ്. ആളുകൾക്ക് ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടാൻ വേണ്ടി വൈഫൈ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫാൻസ്, ഫോൺ ചാർജിങ് ഡോക്സ് ആൻഡ് FM ക്യാൻ ബി അറ്റാച്ച്ഡ്. ഫാനോ ഫോൺ ചാർജിങ് ഡോക്കോ FM ഒക്കെ അറ്റാച്ച് ചെയ്യാം. ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ക്യാൻ ബി പ്രൊവൈഡഡ്. ഫ്രീ ആയിട്ട് വാട്ടർ ഫെസിലിറ്റി കൊടുക്കാം. വാട്ടർ പ്യൂരിഫയർ ക്യാൻ ബി ഇൻസ്റ്റാൾഡ്. ഒരു വാട്ടർ പ്യൂരിഫയർ വെക്കാം. സമ്മാൻ ക്യാൻ പ്രൊവൈഡ് ടൂറിസ്റ്റ് ഗൈഡ്. സമ്മാന് ടൂറിസ്റ്റ് ഗൈഡുകളെ പ്രൊവൈഡ് ചെയ്യാം.
Someone can start supermarket and can make use of the rickshaws as parcel carriers. Someone supermarket തുടങ്ങിയ റിക്ഷാസിനെ പാർസൽ കാരിയർ ആയിട്ട് യൂസ് ചെയ്യാം. Someone can start its own school to provide education for the children of the rickshaw pullers. റിക്ഷാ പുള്ളേഴ്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ തുടങ്ങാം, സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു കൺക്ലൂഷൻ എഴുതുക. ആൻഡ് റിക്ഷാസ് വിൽ ഓൾവേസ് ബി ചീപ്പ് മീൻസ് ഓഫ് ട്രാവൽ, അല്ലേ? റിക്ഷാസ് എപ്പോഴും വളരെ നമുക്ക് അഫോർഡബിളായിട്ടുള്ള ഒരു യാത്രാ സൗകര്യം ഒരുക്കുന്നൊരു സംവിധാനമാണ്. സോ വി ഷുഡ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ ടൈം. സമയം മാറുന്നതനുസരിച്ച് നമ്മളും ചേഞ്ച് ചെയ്യണം. അങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുക. അടുത്തത് സ്റ്റാമർ എന്നുള്ള പോയമാണ്. അപ്പോൾ അടുത്തത് നമ്മൾ സ്റ്റാമർ എന്നുള്ള പോയമാണ്. സ്റ്റാമർ ഈസ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയം റിട്ടൺ ബൈ സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ എഴുതിയ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പോയമാണ് സ്റ്റാമർ. ഹി വാസ് എ ഫോർമർ മെമ്പർ ഓഫ് ദ സാഹിത്യ അക്കാദമി. സാഹിത്യ അക്കാദമിയുടെ ഫോർമർ മെമ്പറായിരുന്നു. ബീയിങ് ദ പയനിയർ ഓഫ് മോഡേൺ പോയട്രി ഇൻ മലയാളം. മലയാളത്തിൽ ആധുനിക കവിത, മോഡേൺ പോയട്രി കൊണ്ടുവന്ന ആളാണ് സച്ചിദാനന്ദൻ. ഹി ചൂസസ് അൺയൂഷ്വൽ സബ്ജക്റ്റ് ഫോർ ഹിസ് പോയംസ്. തൻ്റെ കവിതകൾക്ക് പരമ്പരാഗതമായ വിഷയങ്ങൾ വിട്ടിട്ടുള്ള വിഷയങ്ങളാണ് അദ്ദേഹം ചൂസ് ചെയ്യുന്നത്. ഹിസ് സബ്ജക്ട്സ് ആർ ദോസ് വിച്ച് വി മേ തിങ്ക് അൺസ്യൂട്ടബിൾ ഫോർ പോയട്രി. നമുക്ക് തോന്നും ഈ വിഷയത്തെപ്പറ്റി ഒന്നും കവിത എഴുതാൻ പറ്റത്തില്ലെന്ന്, അൺസ്യൂട്ടബിൾ ആണെന്ന് തോന്നും. അങ്ങനെയുള്ള വിഷയങ്ങളെടുത്ത് കവിത എഴുതുന്ന ആളാണ് സച്ചിദാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ക്യാക്ടസ് എന്നുള്ള പോയം, കള്ളിമുൾച്ചെടിയെ പറ്റിയുള്ള പോയം, അല്ലെങ്കിൽ സ്റ്റാമർ, വിക്കിനെ പറ്റിയുള്ള പോയം, അദ്ദേഹം അൺയൂഷ്വൽ സബ്ജക്ട്സ് എടുത്ത് കവിത എഴുതുന്ന ഒരാളാണ്. ഇറ്റ് റേഞ്ചസ് ഫ്രം ക്യാക്ടസ് ടു സ്റ്റാമർ. ക്യാക്ടസിനെ പറ്റി എഴുതും, സ്റ്റാമറിനെ പറ്റി എഴുതും. സ്റ്റാമർ ഈസ് എ പോയം ദ ഡീൽസ് വിത്ത് ദ ഫിനോമിനൻ സ്റ്റാമർ. സ്റ്റാമർ എന്ന് പറയുന്ന ഫിനോമിന, പ്രക്രിയയെപ്പറ്റി വിശദീകരിക്കുന്നൊരു കവിതയാണ് സ്റ്റാമർ എന്നുള്ള കവിത. ദ പോയറ്റ് യൂളജൈസ് സ്റ്റാമർ. സ്റ്റാമറിനെ അദ്ദേഹം പ്രൈസ് ചെയ്യുകയാണ്. ഹി സ്റ്റാർട്ട്സ് എ പോയം ബൈ സെയിങ് ദാറ്റ് സ്റ്റാമർ ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്. സ്റ്റാമർ എന്ന് പറയുന്നൊരു വൈകല്യമല്ല, ഹാൻഡിക്യാപ്പ് അല്ല. ഇറ്റ് ഈസ് ഓൺലി എ മോഡ് ഓഫ് സ്പീച്ച്. പല ആളുകൾ പലതരത്തിലല്ലേ സംസാരിക്കുന്നത്, അത്തരത്തിലൊരു സംസാര രീതി മാത്രമാണ് സ്റ്റാമർ. ഹി ഡിഫൈൻസ് സ്റ്റാമർ ആസ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. സ്റ്റാമർ എന്ന് വെച്ചാൽ വാക്കിനും അർത്ഥത്തിനും ഇടയിലുള്ള സൈലൻസ് ആണ് സ്റ്റാമർ. സ്റ്റാമർ ഈസ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ദ പോയറ്റ് ബ്രിങ്സ് ഇൻ എ സിമിലി വെൻ ഹി കമ്പയർസ് സ്റ്റാമർ ടു ലെയിംനെസ്. സ്റ്റാമറിനെ ലെയിംനെസ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, അതൊരു സിമിലിയാണ്. ലെയിംനെസ് ഈസ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീഡ്. ലെയിംനെസ് എന്ന് പറയുന്നത് വാക്കിനും പ്രവർത്തിക്കും ഇടയിൽ വരുന്ന സൈലൻസ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചേ, സ്റ്റാമർ ഈസ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. വൈ ഡസ് എ പോയറ്റ് സേ സോ? എന്തുകൊണ്ടാണ് സ്റ്റാമർ വേർഡിനും അതിൻ്റെ മീനിങ്ങിനും ഇടയിൽ വരുന്ന സൈലൻസ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് സ്റ്റാമറിങ് പീപ്പിൾ ആർ സ്ലോ ഇൻ സ്പീച്ച്. സ്റ്റാമറിങ് പീപ്പിൾ സംസാരത്തിൽ വളരെ സ്ലോ ആണ്. ഇറ്റ് ടേക്സ് സം ടൈം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ സേയിങ്. അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത്തിരി സമയമെടുക്കും. ബട്ട് ദോസ് ഹു ലെയിം ആർ സ്ലോ ഇൻ ആക്ഷൻ. ലെയിം ചെയ്യുന്ന ആളുകൾ ആക്ഷൻ, അവരുടെ പ്രവൃത്തിയിൽ സ്ലോ ആണ്. ദാറ്റ് ഈസ് വൈ ദ പോയറ്റ് സേസ് ദാറ്റ് ദെയർ ഇസ് എ സൈലൻസ്, ദെയർ ഇസ് എ ഗ്യാപ്പ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കോംപ്രിഹെൻഡ് ദ സ്പീച്ച് ഓഫ് ദോസ് ഹു സ്റ്റാമർ. സ്റ്റാമർ ചെയ്യുന്ന ആളുകളുടെ സ്പീച്ച് കോംപ്രിഹെൻഡ് ചെയ്യാൻ നമ്മൾ സമയമെടുക്കും. മീനിങ് ക്യാൻ ബി കോംപ്രിഹെൻഡഡ് ഓൺലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ സെൻറ്റൻസ്. സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്താലേ മീനിങ് മനസ്സിലാവും. ബട്ട് സ്റ്റാമറിങ് പീപ്പിൾ ആർ ലേറ്റ് ഇൻ ആർട്ടിക്കുലേറ്റിംഗ് വേർഡ്സ്. അവരുടെ വാക്കുകൾ ഉച്ചരിക്കുന്നതിൽ ലേറ്റാണ്. ദോസ് ഹു ലെയിം ആർ സ്ലോ ഇൻ ആക്ഷൻ. മുടന്തുന്ന ആളുകൾ ആക്ഷനിൽ സ്ലോ ആണ്. ഫോർ ദം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ വേർഡ് ആൻഡ് ദ മൈൻഡ്. അവരുടെ മനസ്സിൽ തോന്നുന്ന അതേ സ്പീഡിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ദ പോയറ്റ് റൈസസ് സർട്ടൺ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ്. ഉത്തരവില്ലാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഹി ആസ്ക് വെദർ സ്റ്റാമർ പ്രൊസീഡ്സ് ലാംഗ്വേജ് ഓർ സക്സീഡ്സ് ഇറ്റ്. സ്റ്റാമർ ഭാഷയ്ക്ക് മുമ്പാണോ, പ്രൊസീഡ് ചെയ്താണോ വരുന്നത്, അതോ ഭാഷയ്ക്ക് ശേഷമാണോ? ആദ്യം വരുന്നത് ഭാഷയാണോ അതോ സ്റ്റാമറാണോ എന്നാണ് ചോദ്യം. ഓർ വെദർ ഇറ്റ് ഈസ് എ ഡയലക്ട് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. ഇതൊരു ഭാഷയുടെ റീജിയണൽ വെറൈറ്റി, ഡയലക്റ്റ് ആണോ, ഒരു റീജിയണൽ വെറൈറ്റി ആണോ, ഒരു ലോക്കൽ വേരിയേഷൻ മാത്രമാണോ, അതോ ഇതൊരു ഭാഷ തന്നെയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ദ പോയറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. ഈ ചോദ്യമൊക്കെ കേട്ട ലിംഗ്വിസ്റ്റ് പോലും സ്റ്റാമർ ആയിപ്പോൾ. ആരാ ലിംഗ്വിസ്റ്റ്? സമ്മൺ ഹു സ്റ്റഡീസ് ലാംഗ്വേജസ് സയൻറ്റിഫിക്കലി. ഭാഷയെപ്പറ്റി ആധികാരികമായിട്ട് പറയുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ലിംഗ്വിസ്റ്റ്. ഇത്തരം ചോദ്യം അവരോട് ചോദിച്ചാൽ അവർ പോലും വിക്കിപ്പോകുമെന്നാണ് കവി പറയുന്നത്. ഈച്ച് ടൈം വി സ്റ്റാമർ വി ആർ ഓഫറിങ് എ സാക്രിഫൈസ് ടു ഗോഡ് ഓഫ് മീനിങ്സ്. നമ്മളും ഇടയ്ക്കൊക്കെ വിൽക്കാറുണ്ട്. ആ വിൽക്കുന്ന സമയത്ത് നമ്മൾ ഗോഡ് ഓഫ് മീനിങ്സിന്, സരസ്വതി ദേവിക്ക് നമ്മളൊരു ഓഫറിങ് കൊടുക്കുവാണ്. എന്ത് ഓഫറിംഗ് ആണ്? ദ ഗോഡ് ഓഫ് മീനിങ്സ് പ്രൊവൈഡ്സ് എസ് വിത്ത് വേർഡ്സ്. നമുക്ക് വാക്കുകൾ തരുന്നത് ഗോഡ് ഓഫ് മീനിങ്സ് ആണ്. വെൻ വി സ്റ്റാമർ ഇറ്റ് വിൽ ഗിവ് സം ടൈം ഫോർ ദ ഗോഡ് ഓഫ് മീനിങ്സ് ടു ചൂസ് ദ നെക്സ്റ്റ് വേർഡ്. നമ്മൾ വിൽക്കുമ്പോൾ ഗോഡ് ഓഫ് മീനിങ്സിന് അടുത്ത വാക്ക് ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കിട്ടുകയാണ്. The poet goes to the extent of saying that stammer will have the status of mother tongue
when a whole people in a society stammer. ഒരു സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾ ഒരേപോലെ സ്റ്റാമർ ചെയ്യുമ്പോൾ സ്റ്റാമർ ഒരു മദർ ടങ് വരെ ആകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. The poet here uses a pun. Pun എന്ന് വെച്ചാൽ തമാശ. By using the expression just as it is with us now. Just as it is with us now എന്ന് വെച്ചാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ അങ്ങനെ എന്ന് വെച്ചാൽ when a group of people assemble together and they try to achieve something, it becomes possible. നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ ചിലപ്പോൾ സമുദായികമായിട്ടായിരിക്കാം, ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടായിരിക്കാം, കുറേ ആളുകൾ ഗ്രൂപ്പ് ചേർന്നൊരു പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന കാര്യം നടക്കും. അതുകൊണ്ടാണ് the poet is laughing at the corrupt political, religious and social system. ഇങ്ങനെയുള്ള കറക്റ്റായിട്ടുള്ള അഴിമതി നിറഞ്ഞ പൊളിറ്റിക്കലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള സിസ്റ്റത്തെയാണ് അദ്ദേഹം കളിയാക്കുന്നത്. The poet makes a guess that God also must have stammered when he created man. ഹീയുടെ എച്ച് ക്യാപിറ്റൽ ഗോഡ് ആയതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പോലും വിക്കി കാണും. That might be why all the words of man uses carry different meanings. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കിനും ഓരോ അർത്ഥം വരാൻ കാരണം ദൈവം വിക്കിയത് കൊണ്ടാണ്. That might be why everything he utters from his prayers to his commands he stammers. എന്തൊക്കെ ഉരുവിട്ടാലും അത് പ്രാർത്ഥന ആയിക്കോട്ടെ, ഏറ്റവും സബ്ലൈമസ്റ്റ് ഫോമാണ് പ്രാർത്ഥന. മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും മഹനീയമായ ഫോമാണ് പ്രാർത്ഥന. മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും മോശമായ രൂപമാണ് കമാൻഡ് എന്ന് പറയുന്നത്. ചീത്ത വിളിക്കുന്നതാണ്, പക്ഷേ അതിവിടെ കവിതയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അദ്ദേഹം കമാൻഡിങ് എന്ന് പറയും. മറ്റുള്ളവരോട് ആജ്ഞാപിക്കുക എന്ന് പറയുന്നത് ഒരു മോശം ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഇതിൽ ഏത് ചെയ്താലും ഇതിനിടയിലുള്ള എന്ത് ചെയ്താലും ഹ്യൂമൻ ബീങ്സ് സ്റ്റാമർ ചെയ്യും. സോ ദ പോയറ്റ് സേസ് ദാറ്റ് God must have stammered when he created man. Reason എന്താ? Because all the words of man carry different meanings. Whatever he utters, he stammers. തിരിച്ച് why do the words of man carry different meanings? മനുഷ്യൻ്റെ വാക്കുകൾ എന്തുകൊണ്ടാണ് പല പല അർത്ഥങ്ങൾ ക്യാരി ചെയ്യുന്നത്? Because God must have stammered when he created man. ദൈവം വിക്കി കാണും. The poet ends the poem by saying that poet also stammers. കവിയും വിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പോയം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാം. The poet is taking a license for adding certain confusing ideas in the poem. എൻ്റെ കവിതയിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂസിങ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഞാനും സ്റ്റാമർ ചെയ്യുന്നതുകൊണ്ടാണ്. സ്റ്റാമർ is a simple poem with no difficult words. സ്റ്റാമറിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള വാക്കുകളൊന്നുമില്ല. The poet tries to define and to find out the various attributes of stammer. സ്റ്റാമറിൻ്റെ പല പല തലങ്ങൾ നോക്കി കാണുകയാണ് കവി. The poet uses similes and puns to enhance the effect of the poem. അദ്ദേഹം സിമിലീസ്, ഉപമകളും തമാശകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സിമിലി ഏതാണ്? സ്റ്റാമറിനെ ലെയിംനെസ്സിനോട് കമ്പയർ ചെയ്യുന്നതാണ്. ദ പോയറ്റ് മേക്സ് us think of something which we never care for. നമ്മൾ ഒരിക്കലും കെയർ ചെയ്യാത്തൊരു കാര്യമാണ് അദ്ദേഹം നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. The poet has thus proved to be a master in eulogizing unusual things and rare phenomena. അൺയൂഷ്വലായിട്ടുള്ള വളരെ റെയറായിട്ടുള്ള കാര്യങ്ങളെ യൂളജൈസ് പ്രൈസ് ചെയ്യുന്നതിലെ ഒരു മാസ്റ്ററാണ് നമ്മുടെ കവി. അടുത്തത് ദീദിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് നോട്ട് നോക്കി വായിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഷഹീൻ മിസ്ട്രി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് എബ്രോഡ്. ഷഹീൻ മിസ്ട്രി ജനിച്ചതും വളർന്നതും വിദേശത്താണ്. ബിക്കോസ് ഹർ ഫാദർ വാസ് എ ബാങ്കർ. അവരുടെ അച്ഛൻ ഒരു ബാങ്കറായിരുന്നു. ആൻഡ് ഹീ ഹാഡ് ടു മൂവ് സിറ്റീസ്. അദ്ദേഹത്തിന് പല പല സിറ്റിയിൽ ജോലി മാറി കിട്ടിക്കൊണ്ടേയിരുന്നു. സോ ഷീ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി ഇൻ ഇൻ്റർനാഷണൽ സ്കൂൾസ്. ഷഹീൻ മിസ്ട്രിക്ക് ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ പഠിക്കാനുള്ളൊരു അവസരം കിട്ടി. ആൻഡ് ഡ്യൂറിങ് ഹർ വീക്കെൻഡ്സ് ഷീ വുഡ് വിസിറ്റ് ഓർഫനേജസ്. വീക്കെൻഡുകളിൽ ശനി ഞായറും ഓർഫനേജ് വിസിറ്റ് ചെയ്യും. ഡ്യൂറിങ് ഹർ സമ്മർ വെക്കേഷൻ സമയത്ത് ഷീ വുഡ് കം ടു ഇന്ത്യ ആൻഡ് വുഡ് വോളണ്ടിയർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹാപ്പി ഹോം ആൻഡ് ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്. ഇന്ത്യയിൽ വന്നിട്ട്, ബോംബെയിൽ വന്നിട്ട് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡും ഹാപ്പി ഹോമും ഒക്കെ അവിടെ ആ കാഴ്ചയില്ലാത്ത കുട്ടികളും പരിമിതിയുള്ള കുട്ടികളും ഒക്കെ ജീവിക്കുന്ന സ്ഥലത്ത് വന്ന് അവരുടെ ആക്ടിവിറ്റീസ് വോളണ്ടിയർ ചെയ്യുമായിരുന്നു. ഒരു കൊച്ചുകുട്ടി എന്ന നിലയിൽ ലോകത്തെ ഇത്രയും വിശാലമായിട്ടുള്ള കണ്ണോടുകൂടി കാണാൻ കിട്ടിയ അവസരം അതൊരു വലിയ ഭാഗ്യമായിരുന്നു. സോ ഷീ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് എബ്രോഡ്. ഹെർ ഫാദർ വാസ് എ ബാങ്കർ. സോ ഷീ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി ഇൻ ഇൻ്റർനാഷണൽ സ്കൂൾസ്. അപ്പോൾ ഹൈ സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ കിട്ടി. അറ്റ് ദ സെയിം ടൈം ഷീ വുഡ് വിസിറ്റ് ഓർഫനേജസ് ആൻഡ് ഷീ വുഡ് വോളണ്ടിയർ ദ ആക്ടിവിറ്റീസ് ഓഫ് ഹാപ്പി ഹോം ആൻഡ് സ്കൂൾ ഫോർ ബ്ലൈൻഡ് ഡ്യൂറിങ് ഹെർ സമ്മർ വെക്കേഷൻസ്. സോ ഷീ ഡിസൈഡഡ് ടു സ്റ്റേ ഇൻ ഇന്ത്യ. ഷീ തോട്ട് ദാറ്റ് ഹെർ ലൈഫ് വുഡ് ബി മീനിങ് ഇഫ് ഷീ സ്റ്റേഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ തൻ്റെ ലൈഫിനൊരു മീനിങ് ഉണ്ടാവും എന്ന് ഷഹീൻ മിസ്ട്രിക്ക് തോന്നി. ബട്ട് ഹെർ പേരൻസ് എഗ്രീഡ് ഓൺ 2 കണ്ടീഷൻസ്. പേരൻസ് 2 കണ്ടീഷൻ്റെ പുറത്താണ് എഗ്രി ചെയ്തത്. കണ്ടീഷൻ നമ്പർ 1, ഷീ ഷുഡ് ഗെറ്റ് അഡ്മിഷൻ ഇൻ ടു എ ഗുഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ്. നല്ലൊരു അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ് അഡ്മിഷൻ കിട്ടിയിരിക്കണം. കണ്ടീഷൻ നമ്പർ 2, ഷീ ഷുഡ് ഗോ ബാക്ക് ടു ദ US ഫോർ ഹെർ ഹയർ ഡിഗ്രി ഓർ ഹയർ ഗ്രാജുവേഷൻ. തൻ്റെ ഗ്രാജുവേഷന് വേണ്ടി തിരിച്ച് US പോകാമെന്ന് സമ്മതിക്കണം. ഷീ ഗോട്ട് അഡ്മിഷൻ ഇൻ ടു സെൻറ്റ് സേവിയേഴ്സ്. അവർക്ക് ഷഹീൻ മിസ്ട്രിക്ക് സെൻറ്റ് സേവിയേഴ്സിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ നോക്കിക്കേ,
she wanted to stay in India. She thought that her life would be more meaningful if she stayed in India. Her parents agreed on 2 conditions: that she should get an admission to a good undergraduate college and she would go back to the US for her graduation. And she got admission in St. Xavier's. And when she lived in India, ഇന്ത്യയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ she saw the disparities that existed in the society. സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്ത ഡിസ്പാരിറ്റി, തുല്യതയില്ലായ്മ നേരിട്ട് കണ്ടു. എന്തൊക്കെ തുല്യതയില്ലായ്മയാണ്? that she traveled, she lived in a rich and prosperous house. വളരെ സമ്പന്നമായ ഒരു വീട്ടിൽ ജീവിക്കുന്ന ആളാണ് ഷഹീൻ മിസ്ത്രി. whereas children of her same age lived in slums. അവരുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ സ്ലംസിലാണ് ജീവിച്ചത്. She lived in a rich and prosperous house, whereas children of her same age lived in slums. And she would travel in an air conditioned car. ഷഹീൻ മിസ്ത്രി ഒരു എയർ കണ്ടീഷൻഡ് കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ചിൽഡ്രൻ ഇൻ ദ സ്ലംസ് they would beg around. അവർ ഭിക്ഷ എടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഷീ വുഡ് സീ പൈൽസ് ഓഫ് വേസ്റ്റഡ് ഫുഡ് ഇൻ എ ഫ്രണ്ട്സ് പാർട്ടി. ഒരു ഫ്രണ്ടിൻ്റെ പാർട്ടിയിൽ പോകുമ്പോൾ വേസ്റ്റഡ് ഫുഡ് കൂന കൂട്ടിയിട്ടേക്കുന്നത് കാണും. whereas children in the slums, they did not have the opportunity to go to school. തെരുവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള അവസരമില്ല. ലോകത്തിൽ 25,000 പേരാണ് ഒരു ദിവസം പട്ടിണി കൊണ്ട് മരിക്കുന്നത്. ലോകത്തിൻ്റെ പകുതി ജനസംഖ്യയോളം, 1/3 ജനസംഖ്യയോളം പട്ടിണി അനുഭവിക്കുന്നുണ്ട്. അപ്പോഴാണ് പൈൽസ് ഓഫ് വേസ്റ്റഡ് ഫുഡ്. whereas the slum people, they find it difficult to have their daily food. അവരുടെ ദൈനംദിന ഫുഡ് കിട്ടാൻ പോലും അവർക്ക് പ്രയാസമാണ്. ആൻഡ് ഷീ സ്റ്റഡീഡ് ഇൻ ഇൻ്റർനാഷണൽ സ്കൂൾസ്. ഷഹീൻ മിസ്ത്രി ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിച്ചപ്പോൾ ചിൽഡ്രൻ ഇൻ ദ സ്ലംസ്, ദേ ഡിഡ് നോട്ട് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗോ ടു സ്കൂൾ. സ്ലമ്മിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള അവസരം പോലും ഇല്ല. അപ്പോൾ ആ ഒരു ഡിസ്പാരിറ്റി, റിച്ചായിട്ടുള്ള ആളുകൾക്കുള്ള അവസരങ്ങളും പുവറായിട്ടുള്ള ആളുകൾക്കുള്ള അവസരങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഷഹീൻ മിസ്ത്രിക്ക് മനസ്സിലായി. സോ വെൻ ഷീ സ്റ്റേഡ് ഇൻ ഇന്ത്യ, ഷീ അണ്ടർസ്റ്റുഡ് ദ ഡിസ്പാരിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി. She lived in a rich and prosperous house, whereas children of her same age, they did not have the opportunity to go to school. They lived in slums. They begged around, and she would travel in an air-conditioned car. She studied in international schools, and when she would see piles of wasted food at a friend's party, whereas children in the slums or people in the slum, they found it very difficult to have their daily food. So she started visiting a slum in Mumbai. മുംബൈയിലെ ഒരു സ്ലം വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. ഷീ ഗോട്ട് ഇൻറ്റു അക്വൈൻറ്റൻസസ് വിത്ത് എ ഗേൾ നെയ്മഡ് സന്ധ്യ. സന്ധ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുമായിട്ട് നല്ല ബന്ധത്തിലായി. ആൻഡ് ചിൽഡ്രൻ വുഡ് സറൗണ്ട് ഇൻ ഹെർ ഹൗസ്. അവരുടെ വീട്ടിൽ കുട്ടികൾ ഒത്തുകൂടുമായിരുന്നു. ആൻഡ് ഷഹീൻ മിസ്ത്രി സ്റ്റാർട്ടഡ് ടീച്ചിങ് ദി ചിൽഡ്രൻ എ ഫ്യൂ സോങ്സ്, എ ഫ്യൂ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് എ ലിറ്റിൽ മാത്ത്. കുറച്ച് കണക്കും കുറച്ച് വാക്കുകളും കുറച്ച് പാട്ടുകളും കുറച്ച് ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. So she started visiting a slum in Mumbai. She got into acquaintance with a girl named Sandhya, and the children around would assemble at the house. She would teach them simple songs, basic math, few English words, etc. ഇവിടെയാണ് ആകാംക്ഷ എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നത്. ആകാംക്ഷ was born out of the simple idea that India had people who could teach. Spaces that could be utilized as classroom and funds to educate all children. ആകാംക്ഷ വാസ് ബോൺ ഔട്ട് ഓഫ് ദ സിമ്പിൾ ഐഡിയ ദാറ്റ് ആകാംക്ഷ ജനിക്കുന്നത് ഈ ഒരു നിസ്സാരമായ ഐഡിയയിൽ നിന്നാണ്, ഈ ഒരു ലളിതമായ ഐഡിയയിൽ നിന്നാണ്. ദാറ്റ് ഇന്ത്യ ഹാഡ് പീപ്പിൾ ഹു കുഡ് ടീച്ച്. ഇന്ത്യയിൽ പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. സ്പേസസ് ദാറ്റ് കുഡ് ബി യൂട്ടിലൈസ്ഡ് ആസ് ക്ലാസ്റൂമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സ്പേസസ് ഉണ്ട്. ആൻഡ് ഫണ്ട്സ് ടു എഡ്യൂക്കേറ്റ് ഓൾ ചിൽഡ്രൻ. എല്ലാ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഫണ്ടുണ്ട്. Akamsha was born out of the simple idea that India had people who could teach, spaces that could be utilized as classroom, and funds to educate all children. But they wanted a classroom free of community distractions. Community distraction illata oru classroom വേണം. So they started schools for having a classroom. ഒരു ക്ലാസ്റൂമിന് വേണ്ടി സ്കൂളുകളെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. They approached nearly 20 schools and they rejected for the most illogical reasons. അവർ 20ഓളം സ്കൂളുകളെ പോയി വിസിറ്റ് ചെയ്തു. പക്ഷേ ഇല്ലോജിക്കൽ റീസൺസ് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കി. some people said that teaching underprivileged children, underprivileged ആയിട്ടുള്ള താഴേക്കിടയിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് way too revolutionary, അങ്ങ് വലിയ വിപ്ലവമായി പോകുമെന്ന് പറഞ്ഞ് കളിയാക്കിയവരുണ്ട്. Some said that the bangles worn by the fishermen's daughters would scratch their desk. ഫിഷർമെൻ്റെ മക്കൾ കയ്യിൽ ധരിച്ചിരിക്കുന്ന വളകൾ അവരുടെ ഡെസ്കിന് പോറൽ വരുത്തുമെന്ന് പറഞ്ഞു. ആൻഡ് സം സെഡ് ദാറ്റ്
they would spread diseases. ഈ കുട്ടികൾ രോഗം പരത്തുമെന്ന് വരെ പറഞ്ഞു. നോക്കിക്കേ, they wanted a classroom free of community distractions. They started approaching schools. They approached nearly 20 schools and they rejected for the most illogical reasons. Some said that teaching underprivileged children is way too revolutionary. Some said that they would spread diseases, and some others said that the bangles worn by the fishermen's daughters would scratch their desk. Finally, the principal of the Holy Name School at Colaba agreed to give a classroom. കൊളാബയിലെ ഹോളി നെയിം സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഒരു ക്ലാസ് റൂം കൊടുത്തു. ആൻഡ് ദാറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ. അതാണ് ആദ്യത്തെ ആകാംക്ഷ സെൻറ്ററായിട്ട് മാറുന്നത്. വോളണ്ടിയേഴ്സ് വെയർ മൊബിലൈസ് ഫ്രം സെൻറ്റ് സേവിയേഴ്സിന് ഒരുപാട് വോളണ്ടിയേഴ്സിനെ മൊബിലൈസ് ചെയ്തു. ആൻഡ് ദേ പ്രിപ്പയർഡ് എ സിലബസ് വിച്ച് ഇൻക്ലൂഡഡ് ബേസിക് മാത്ത്, എ ലിറ്റിൽ ഇംഗ്ലീഷ്, എ ഫ്യൂ സോങ്സ് ആൻഡ് എ ഡാഷ് ഓഫ് വാല്യൂസ്, കുറച്ച് മൂല്യങ്ങൾ. അപ്പോൾ ദേ വോളണ്ടിയേഴ്സ് വെയർ മൊബിലൈസ് ഫ്രം സെൻറ്റ് സേവിയേഴ്സിന് വോളണ്ടിയേഴ്സിനെ ഒരുമിച്ച് കൂട്ടി. ആൻഡ് ദേ പ്രിപ്പയർഡ് എ സിലബസിനകത്തിൽ എന്തുണ്ട്? ബേസിക് മാത്തും, എ ലിറ്റിൽ ഇംഗ്ലീഷ്, കുറച്ച് ഇംഗ്ലീഷും, എ ഫ്യൂ സോങ്സ്, കുറച്ച് പാട്ടുകളും, ഡാഷ് ഓഫ് വാല്യൂസ്. ആകാംക്ഷ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1991. 1991 ആകാംക്ഷ എക്സിസ്റ്റൻസിൽ വരുന്നത്. ഫ്രം എ സിംഗിൾ ക്ലാസ് റൂം വിത്ത് 15 ചിൽഡ്രൻ ഇറ്റ് ഗ്രൂ ഇൻ ടു 58 സെൻറ്റേഴ്സ് ആൻഡ് 6 സ്കൂൾസ് വിത്ത് 3500 ചിൽഡ്രൻ. ഒരു 15 കുട്ടികളുമായിട്ടുള്ള ഒറ്റ ക്ലാസ് റൂമിൽ നിന്ന് 58 സെൻറ്റേഴ്സ്, 58 സെൻറ്ററുകളും 6 സ്കൂളുകളുള്ള വലിയ സംവിധാനം, 3500 ചിൽഡ്രൻ, 3500 കുട്ടികളുള്ള വലിയ സംവിധാനമായിട്ട് ആകാംക്ഷ മാറി. ഹെൻസ് മിസ്റ്ററി പ്രൂവ്ഡ് ദാറ്റ് സക്സസ് ഈസ് ആക്ച്വലി ദ ഫ്രൂട്ട് ഓഫ് പെർസിവറൻസ്. സ്ഥിരോത്സാഹത്തിൻ്റെ ഫലമാണ് സക്സസ് എന്ന് ഷഹീൻ മിസ്റ്റർ പ്രൂവ് ചെയ്തു. നൗ ഷീ ഈസ് ദ ഹെഡ് ഓഫ് ആൻ ഓർഗനൈസേഷൻ കോൾഡ് ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ഓർഗനൈസേഷൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഷഹീൻ മിസ്ട്രിക്ക് വളരെ റിച്ചായ ഫാമിലിയിലായിരുന്നു. തൻ്റെ ജീവിതത്തിൽ എന്തുമാകാമായിരുന്നു. പക്ഷെ അവരുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തത് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെയാണ് ആ റിയൽ മഹത്വം എന്ന് പറയുന്നത്. ആ സ്ത്രീയൊക്കെ കണ്ടാൽ നമ്മളവരെ പൂവിട്ട് പൂജിക്കണം, അവരെ കുമ്പിടണം. നമ്മൾ അത്ര മഹത്തായ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തനം വിജയിപ്പിക്കാനും അവരെ കൊണ്ട് സാധിച്ചു. ചുമ്മാതെ മനസ്സിൽ നന്മ മാത്രം വയ്ക്കുകയല്ല ചെയ്തത്, മറിച്ച് ലക്ഷ്യബോധത്തോടുകൂടി ലക്ഷ്യസ്ഥാനത്തെത്താനും ഷഹീൻ മിസ്റ്റിക്ക് സാധിച്ചു. മദർ തെരേസയെ പോലെ, ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പോലെ മഹത്തായ ഒരു പ്രവൃത്തി ചെയ്യുന്നൊരു സ്ത്രീയായിട്ട് മാറുവാനായിട്ട് ഷഹീൻ മിസ്റ്റിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് നമുക്ക് അവരെപ്പറ്റി പഠിക്കാൻ നമുക്ക് സാധിച്ചത്. അതുപോലും വലിയൊരു ഭാഗ്യമാണ്. ഭാവിയിൽ നിങ്ങൾക്കൊക്കെ ടീച്ച് ഫോർ ഇന്ത്യയിൽ പഠിപ്പിക്കാനായിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ അവസരങ്ങളുണ്ടാവും. വലിയൊരു മഹത്തായ ഒരു സാമൂഹിക സേവനം കൂടിയാണ് അതെന്നുള്ളത് ഓർത്തിരിക്കുക. അവർ അധ്യാപകർക്ക് നല്ല പേയ്മെൻറ്റാണ് കൊടുക്കുന്നത്, ബട്ട് സ്റ്റിൽ അതൊരു സർവീസ് കൂടിയാണ്. ദ നീഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4th യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഷുവർ ക്വസ്റ്റ്യൻ എന്ന് വേണം നമുക്ക് പറയാം. 90% പോസിബിലിറ്റി ഉള്ളൊരു ചോദ്യമാണ്. ദ എർത്ത് ഈസ് അവർ മദർ. ഭൂമി നമ്മുടെ അമ്മയാണ്. എ ലോട്ട് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ലിവ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. ഒരുപാട് മൃഗങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഓൾ ഹാവ് ഈക്വൽ റൈറ്റ്സ് ഓൺ ദി എർത്ത്. എല്ലാവർക്കും ഒരേ അവകാശമുള്ളത്. ദ എർത്ത് ഈസ് അവർ മദർ. എ ലോട്ട് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ലിവ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. ഓൾ ഹാവ് ഈക്വൽ റൈറ്റ്സ് ഓൺ ദി എർത്ത്. God created man in his own image and made him the master of the earth. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ തന്നെ രൂപത്തിലാണ്. എന്നിട്ട് മനുഷ്യനെ ഭൂമിയുടെ മാസ്റ്ററാക്കി. ശരിക്കും പറഞ്ഞാൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ രൂപത്തിലാണെന്നാണ്. മതഗ്രന്ഥങ്ങൾ സൃഷ്ടിച്ചത് മനുഷ്യരല്ലേ? ആ മനുഷ്യൻ ദൈവത്തെ ആരുടെ രൂപത്തിൽ സൃഷ്ടിച്ചു? നമ്മുടെ രൂപത്തിൽ സൃഷ്ടിച്ചു. ദൈവം നമ്മളെപ്പോലൊന്നുമല്ല, ഭയങ്കര ഭംഗിയുള്ള വളരെ അത്ഭുതകരമായ രൂപമുള്ള ഒന്നായിക്കൂടെ? അല്ലെങ്കിൽ രൂപം ഇല്ലാത്ത ഒന്നായിക്കൂടെ? ശരിക്കും മനുഷ്യൻ ദൈവത്തെ മനുഷ്യൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചതാണെങ്കിലും മതഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് മെയ്ഡ് ഹിം ദ മാസ്റ്റർ ഓഫ് ദി എർത്ത് എന്നാണ്. ഭൂമിയിലെ മാസ്റ്ററാക്കി മനുഷ്യനെ മാറ്റി. ആൻഡ് ഹിസ് ഇൻറ്റൻഷൻ വാസ് ദാറ്റ് മാൻ ഷുഡ് പ്രൊട്ടക്ട് ദി എൻവയോൺമെൻറ്റ്. മനുഷ്യൻ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്തത്. ആൻഡ് ഷുഡ് ടേക്ക് കെയർ ഓഫ് ഓൾ ആനിമൽസ് ലിവിങ് ഇൻ ഇറ്റ്. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ആനിമൽസിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ അങ്ങനെ ചെയ്യിപ്പിച്ചത്. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ഹിസ് ഡ്യൂട്ടി, തൻ്റെ ജോലി ചെയ്യുന്നതിന് പകരം മാൻ ഈസ് ഡിസ്ട്രോയിങ് ദ ഹാബിറ്റാറ്റ് ഓഫ് അതർ ആനിമൽസ്. മറ്റ് ജീവജാലങ്ങളുടെ ഹാബിറ്റാറ്റ് ഡിസ്ട്രോയ് ചെയ്യുകയാണ്. ആൻഡ് ഈസ് പ്ലണ്ടറിങ് ദ റിസോഴ്സസ്. എന്നിട്ട് ഭൂമിയിലെ റിസോഴ്സുകൾ കൊള്ളയടിക്കുകയാണ്, പ്ലണ്ടർ ചെയ്യുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. മാൻ ഈസ് ഡിനൈയിങ് ദ റൈറ്റ് ഓഫ് അതർ ആനിമൽസ് ടു ലിവ് പീസ്ഫുള്ളി ഓൺ ദി എർത്ത്. ഭൂമിയിൽ സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള മറ്റ് ജീവജാലങ്ങളുടെ അവകാശങ്ങളെ മനുഷ്യൻ ലംഘിക്കുകയാണ്. വി കാൺ സർവൈവ് എ മിനിറ്റ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ ഒരു നിമിഷം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ബട്ട് വി ആർ പൊല്യൂട്ടിങ് ദി എയർ. നമ്മൾ എയർ പൊല്യൂട്ട് ചെയ്യുകയാണ്.
വി കാൺ സർവൈവ് എ ഡേ വിതൗട്ട് വാട്ടർ. വെള്ളമില്ലാതെ ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ബട്ട് വി ആർ പൊല്യൂട്ടിങ് ഇറ്റ്. നമ്മൾ അതും പൊല്യൂട്ട് ചെയ്യുകയാണ്. മാൻ ഈസ് ഡിസ്ട്രോയിങ് ദി എർത്ത് ആൻഡ് ദ റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ. മനുഷ്യൻ ഭൂമിയെ നശിപ്പിക്കുകയാണ്, ഭാവിയിലേക്കുള്ള റിസോഴ്സുകൾ നശിപ്പിക്കുകയാണ്. ഈ വി ഡു നോട്ട് ബിക്കം ജുഡീഷ്യസ് ഇൻ യൂസിങ് ദ റിസോഴ്സുകൾ യൂസ് ചെയ്യുന്നതിൽ നമ്മൾ ജുഡീഷ്യസ് ആയില്ല എങ്കിൽ, ആൻഡ് ഇഫ് വി ഡു നോട്ട് കൺസിഡർ അതർ ആനിമൽസ്, മറ്റ് ജീവജാലങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്തില്ല എങ്കിൽ, അവർ ലൈഫ് ഇറ്റ് സെൽഫ് വുഡ് എൻഡ് അപ്പ് ഇൻ ഡേഞ്ചർ. നമ്മുടെ ജീവിതവും അപകടത്തിൽ അവസാനിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് എസ്സേ. വളരെ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ, പഠിച്ചിട്ട് പോവുക. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ഒരു കോൺസെപ്റ്റ് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ ഈ ഒരൊറ്റ എസ്സേ ഉള്ളൂ. പിന്നെ പ്രൊട്ടക്റ്റിംഗ് ദി എൻവയോൺമെൻറ്റ് എന്ന കോൺസെപ്റ്റും കൂടി. ഇതിൽ നിന്നും ഐഡിയാസ് ഉണ്ട് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ പറ്റി എഴുതാനായിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ഈസ് എ നോബൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച് മെയ്ഡ് ബൈ വങ്കാരി മാതെ. വങ്കാരി മാതയുടെ നോബൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച്, നോബൽ പ്രൈസ് വാങ്ങുമ്പോൾ നടത്തിയ സ്പീച്ചാണ് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. ഒരു ചെടി നടുമ്പോൾ, ഒരു തൈ നടുമ്പോൾ. ഷീ റിസീവ്ഡ് ദ പ്രൈസ് ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് കെനിയ, ആഫ്രിക്ക ആൻഡ് ഓഫ് ദ ഹോൾ വേൾഡ്. കെനിയയിലെ, ആഫ്രിക്കയിലെ, ലോകം മുഴുവൻ ആളുകളുടെ പേരിലാണ് സമ്മാനം സ്വീകരിക്കുന്നത്. എസ്പെഷ്യലി വിമൻ ആൻഡ് ഗേൾ ചൈൽഡ്, പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികൾക്കുമായിട്ട്. ഹെർ ഇൻസ്പിറേഷൻ കെയിം ഫ്രം ഹെർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്. അവരുടെ ആ മഹത്തായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ അവർക്ക് കിട്ടിയത് അവരുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളിൽ നിന്നാണ്. ഷീ വിറ്റ്നസ്ഡ് ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് അറൗണ്ട് ഹെർ. തനിക്ക് ചുറ്റും നടന്ന മാറ്റങ്ങളെ അവർ കണ്ടു. ആസ് ഷി വാസ് ഗ്രോയിങ് അപ്പ്, വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഷീ വിറ്റ്നസ്ഡ് ഫോറസ്റ്റ് ബീങ് ക്ലിയർഡ് അപ്പ്. ഫോറസ്റ്റുകൾ ക്ലിയർഡ് അപ്പ് ആയത്, നശിപ്പിക്കപ്പെടുന്നവർ കണ്ടു. ആൻഡ് ദേ റീപ്ലേസ്ഡ് ബൈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്. ഫോറസ്റ്റിൻ്റെ സ്ഥാനത്ത് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്, നാണ്യവിളകൾ വളർത്തുന്നവർ കണ്ടു. കൊമേഴ്ഷ്യൽ ഫാമിംഗ് റീപ്ലേസ് ദ ഗ്രോയിങ് ഓഫ് ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്സ്. ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്സിൻ്റെ ഗ്രോയിങ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് വെച്ചിട്ട് നശിപ്പിക്കപ്പെട്ടു. ഷീ ഐഡൻറ്റിഫൈഡ് ദാറ്റ് പീപ്പിൾ ദംസെൽസ് ആർ അണ്ടർമൈൻ ദ ക്വാളിറ്റി ഓഫ് ദിയർ ലൈഫ്സ്. ആളുകൾ അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ അണ്ടർമൈൻ ചെയ്തു, നശിപ്പിച്ചു. ദെയർ വാസ് വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഇക്കോസിസ്റ്റം വൈഡായിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, വിച്ച് ലെഡ് ടു ക്ലൈമറ്റിക് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് കണ്ടാമിനേഷൻ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ. ക്ലൈമറ്റ് ഇൻസ്റ്റേബിൾ ആവുന്നു, സോയിലും വാട്ടറും കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുന്നു. വിച്ച് ലെഡ് ടു എക്സ്ക്രൂഷിയേറ്റിംഗ് പോവർട്ടി ആൻഡ് സബ്സിക്വൻറ്റ് റൈറ്റ്സ്. അത് എന്തിലേക്ക് നയിച്ചു? പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും, സബ്സിക്വൻറ്റ് റൈറ്റ്സ്, അതിന് പുറകെ ലഹളകളിലേക്കും നയിച്ചു. മാതെ അണ്ടർസ്റ്റുഡ് ട്രീ പ്ലാന്റിംഗ് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം. ഈ പ്രശ്നത്തിനുള്ള ഒരേ ഒരു പരിഹാരം ട്രീ പ്ലാന്റിംഗ് ആണ്. ഷീ സ്റ്റാർട്ടഡ് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഇൻ 1977. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് വിത്ത് ദ എയിം ഓഫ് അഡ്രസ്സിങ് ദ ബേസിക് നീഡ്സ് ഓഫ് വിമൻ. സ്ത്രീകളുടെ ബേസിക് നീഡ്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് സ്ത്രീകളുടെ ബേസിക് നീഡ്? ഫയർവുഡ്, വിറക്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, വെള്ളം, ശുദ്ധജലം, ബാലൻസ് ഡയറ്റ്, സമീകൃത ആഹാരം, ഷെൽട്ടർ, താമസിക്കാനിടം, ഇൻകം ടു സസ്റ്റെയിൻ ദെയർ ഫാമിലീസ്. അവരുടെ ഫാമിലീസിനെ നിലനിർത്താനുള്ള ഇൻകം. Women were the first to become aware of the environmental damage because they took major responsibility in tilling the land and feeding the family. മണ്ണ് നില ഉഴുന്നതിലും ഫാമിലീസിനെ ഫീഡ് ചെയ്യുന്നതിലും പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് എടുത്തിരുന്നത് സ്ത്രീകളായതുകൊണ്ട് എൻവയോൺമെൻറ്റൽ മിസ്മാനേജ്മെൻറ്റിനെ പറ്റി ആദ്യം ബോധവതികളാവുന്നതും സ്ത്രീകൾ തന്നെയാണ്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് മാസീവ് ട്രീ പ്ലാന്റിംഗ് വാസ് ഡൺ. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ട്രീ പ്ലാന്റിംഗ് നടന്നു. ദേ ഓൾമോസ്റ്റ് പ്ലാന്റഡ് ഓവർ 30 million ട്രീസ്. 30 ദശലക്ഷം, അതായത് 3 കോടി മരങ്ങൾക്ക് മുകളിൽ അവർ വെച്ച് പിടിപ്പിച്ചു. ആൻഡ് ഹെൻസ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ബാലൻസ് ഡയറ്റ് ആൻഡ് ഇൻകം ആൻഡ് ഷെൽട്ടർ വെയർ സോൾഡ്. അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. The Green Belt movement identified that tree planting activities would not be possible if there was no democratic space. ജനാധിപത്യപരമായ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ട്രീ പ്ലാന്റിംഗ് ആക്ടിവിറ്റീസ് നടക്കില്ല എന്ന് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. സോ ഇറ്റ് സ്റ്റാർട്ടഡ് അഡ്രസ്സിങ് ദി ഇഷ്യൂസ് ഓഫ് ഡെമോക്രസി ആൻഡ് പീസ്. അങ്ങനെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് മരങ്ങൾ നടാൻ തുടങ്ങിയതാണെങ്കിലും ഡെമോക്രാറ്റിക് സ്പേസ് ഇല്ലാതെ മരങ്ങൾ നടാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഡെമോക്രസി, എല്ലാവർക്കും തുല്യതയും പീസ്, സമാധാനവും ഉള്ള ഒരു ലോകത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങി. Soon the tree became the symbol of peace and conflict resolution. സമാധാനത്തിൻ്റെയും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, പ്രശ്നപരിഹാരത്തിൻ്റെ അടയാളമായിട്ട് മരങ്ങൾ മാറി. The people gradually identified they were being cheated by the international trade. International trade തങ്ങളെ വഞ്ചിക്കുകയാണെന്നും and they started supporting the movement. അവർ പതിയെ ഈ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. There should be sustainable management of resources in a democratic and peaceful state. വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്ത് എന്ത് വേണം? സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സുകൾ ഉപയോഗിക്കണം, പക്ഷേ അത് നശിക്കുന്ന രീതിയിൽ ഉപയോഗിക്കരുത്. ഷി ആസ്ക് യങ് പീപ്പിൾ ടു വർക്ക് ഫോർ നേച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി. ചെറുപ്പക്കാരോട് അവർ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ രാജ്യത്തിനും കമ്മ്യൂണിറ്റിക്കും വേണ്ടി വർക്ക് ചെയ്യണമെന്ന്. സിൻസ് ദേ ആർ ദ വെൽത്ത് ഓഫ് ഫ്യൂച്ചർ. അവർ ഭാവിയുടെ സമ്പത്താണ്.
ഷീ ആസ്ക്ഡ് ദ വേൾഡ് ലീഡേഴ്സ് ടു ക്രിയേറ്റ് എ ഡെമോക്രാറ്റിക് സ്പേസ് ഫോർ ദ സിറ്റിസൺസ്. ജനങ്ങൾക്ക് വേണ്ടി ഡെമോക്രാറ്റിക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ നേതാക്കളോട് അവർ ആവശ്യപ്പെടുന്നു. ടു യൂസ് ദെയർ ക്രിയേറ്റിവിറ്റി ആൻഡ് ടു ഫ്ലറിഷ്. അവരുടെ ക്രിയാത്മകത ഉപയോഗിക്കാനും അവർക്ക് വളരാനും സാധിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് സ്പേസ് കൊടുക്കാനായിട്ട് അവർ വേൾഡ് ലീഡേഴ്സിനോട് ആവശ്യപ്പെടുന്നു. ബംഗാലി മാത റിമൈൻസ് us of the need to stop destroying the life support system. ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്യുന്നതിനെ നിർത്താനായിട്ട്, സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ബംഗാലി മാത നമ്മളോട് ആവശ്യപ്പെടുന്നു. ചലഞ്ച് ഈസ് ടു റെസ്റ്റോർ ദ ഹോം ഓഫ് ദ ടാഡ്പോൾസ് ആൻഡ് ഗിവ് ബാക്ക് ടു ദ ചിൽഡ്രൻ എ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് വണ്ടർ. ടാഡ്പോൾസിൻ്റെ ഹോം റെസ്റ്റോർ ചെയ്യുവാനും നമ്മുടെ കുട്ടികൾക്ക് സുന്ദരപരമായൊരു ലോകം തിരികെ നൽകാനുമാണ് നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയമാണ് റൈസ്. തോട്ട് പ്രൊവോക്കിംഗ് പോയം റിട്ടൺ ബൈ മലയാളം മാസ്റ്റർ സറ്റൈറിസ്റ്റ് ചെമ്മനം ചാക്കോ. ആക്ഷേപഹാസ്യത്തിലെ മികച്ച കവിയാണ് ചെമ്മനം ചാക്കോ. അദ്ദേഹം എഴുതിയൊരു തോട്ട് പ്രൊവോക്കിംഗ് പോയമാണ് റൈസ്. ദ പോയം ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ഇംഗ്ലീഷ് ബൈ പ്രൊഫസർ കെ അയ്യപ്പ പണിക്കർ. ഈ പോയം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത അയ്യപ്പ പണിക്കരാണ്. റൈസ് ഈസ് എ സറ്റയർ ഓൺ ദ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മലയാളീസ്. മലയാളികളുടെ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡിനെ പറ്റിയുള്ളൊരു സറ്റയറാണ് റൈസ്. വൺസ് എ മലയാളി ഹാഡ് എ ഗ്രേറ്റ് കൾച്ചർ. ഒരിക്കലും മലയാളിക്കൊരു മഹത്തായ സംസ്കാരമുണ്ടായിരുന്നു. ഹി ഹാഡ് ബീൻ സെൽഫ് റിലയൻറ്റ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടായിരുന്നു. സെൽഫ് റിലയൻ്റ് ആയിരുന്നു. ആൻഡ് ഹി ലിവ്ഡ് ക്ലോസ് ടു നേച്ചർ. പ്രകൃതിയോട് ഒത്തൊരുമിച്ചാണ് മനുഷ്യൻ ജീവിച്ചു പോരുന്നത്. ബട്ട് നൗ, പക്ഷേ ഇപ്പോൾ, ഹി ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ ഓഫ് അതർ സ്റ്റേറ്റ്സ് ടു ഹാവ് ഹിസ് മീൽ. തൻ്റെ ആഹാരത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. ദ പോയറ്റ് ഗോസ് ടു നോർത്ത് ഇന്ത്യ ഫോർ ഹിസ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഏൺസ് എ ഡോക്ടറൽ ഡിഗ്രി. അദ്ദേഹം ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ പോയി ഒരു ഡോക്ടറൽ ഡിഗ്രി ഏൺ ചെയ്യുന്നു. എന്താ സബ്ജക്റ്റ്? ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. ഉമി കൊണ്ട് കളിപ്പാട്ടം ഉണ്ടാക്കുക. ഹീ ഈസ് വെരി ഈഗർ ടു കം ബാക്ക് ടു ഹിസ് മദർലാൻഡ്. തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ്. ബോർഡ് വിത്ത് ഈറ്റിംഗ് ചപ്പാത്തീസ് ഡേ ആഫ്റ്റർ ഡേ. ദിവസവും ചപ്പാത്തി തിന്ന് ഹീ ഹാസ് ബീൻ ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അത്തിക്കിര റൈസ്. അത്തിക്കിര റൈസ് കൊണ്ടുള്ള നാടൻ വെറൈറ്റി റൈസാണ്. അത് കഴിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. എ ലോട്ട് ഓഫ് ഇമേജസ് കം ടു ഹിസ് മൈൻഡ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ഇമേജസ് കടന്നു വരുന്നു. ആൻഡ് ഹി റിമൈൻഡ്സ് ഓഫ് ഹിസ് മദർലാൻഡ്. സ്വന്തം നാടിനെപ്പറ്റി ഓർക്കുകയാണ്. ദ ഫീൽഡ്സ് വിത്ത് മെൻ വർക്കിംഗ്. ആളുകൾ ജോലി ചെയ്യുന്ന വയലുകൾ, കനാല്, ഓക്സൻ കാളകൾ. ഹിസ് ഓൺ ഫാദർ ഹു കീപ്സ് ദ സീരിയസ്നെസ് ഓഫ് ആൻ ഓർത്തഡോക്സിക്കൽ ഫാദർ. ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അച്ഛനാണെന്ന് തോന്നിപ്പിക്കുന്ന സ്വന്തം അച്ഛനെ, ഹിസ് മദർ അമ്മയെ, ബ്രദറിനെ ഒക്കെ ഓർക്കുന്നു. ദ ഡൈക്ക് വരമ്പ്, ദ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് സീഡ്സ്. നിറയെ വിത്തുകൾ നിറച്ച് വെച്ചിരിക്കുന്ന ബാസ്ക്കറ്റുകൾ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വരുന്നു. ഹീ ഈസ് വെരി ഈഗർ ടു റീച്ച് ദെയർ ആൻഡ് ടു ഈറ്റ് ടു ഹിസ് ഫിൽ. നാട്ടിലെത്തി തൻ്റെ ഫില്ല്, തൻ്റെ വയറ് നിറയുന്നത് വരെ കഴിക്കാനായിട്ട് കാത്താണ് അദ്ദേഹം വരുന്നത്. ഫൈനലി ഹി റീച്ചസ് ഹിസ് ഹോംലാൻഡ്. അദ്ദേഹം അവസാനം നാട്ടിലെത്തുന്നു. ഹി ഈസ് സ്റ്റൺഡ് ബൈ സീയിങ് ദ ചേഞ്ചസ് ഹാപ്പൻഡ് അറൗണ്ട്. ചുറ്റുമുള്ള മാറ്റങ്ങൾ കണ്ടിട്ട് അദ്ദേഹം സ്റ്റണ്ട് ആവുന്നു, അദ്ദേഹം ഞെട്ടിപ്പോകുന്നു. ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. സ്ഥലം മാറിപ്പോയിരിക്കുന്നു. ആൻഡ് ഹി ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റെക്കഗ്നൈസ് ഇറ്റ്. സ്വന്തം സ്ഥലം റെക്കഗ്നൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ദെയർ ആർ നോ പാഡി ഫീൽഡ്സ്. വയലുകളില്ല. നോ പാം താച്ച്ഡ് ഹൗസസ്. ഓലമേഞ്ഞ വീടുകളില്ല. നോ ബസിൽ ഓഫ് മെൻ ഓർ ഷൗട്ട്സ് ഓഫ് പ്ലോയിങ്. ആളുകളുടെ ബഹളമോ നിലമുഴുന്ന ശബ്ദമോ ഇല്ല. ഹി സീസ് എ പ്ലേസ് ഫുൾ ഓഫ് റബ്ബർ പ്ലാന്റേഷൻസ്. നിറയെ റബ്ബർ പ്ലാന്റേഷൻസ് ഉള്ളൊരു സ്ഥലമാണ് അദ്ദേഹം കാണുന്നത്. വെൻ ഹി റീച്ചസ് ഹിസ് ഹോം ഹി സീസ് ഹിസ് ഫാദർ ഫിക്സിംഗ് അപ്പ് ദ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്. റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ ഫിക്സ് ചെയ്യുന്നതാണ് അദ്ദേഹം കാണുന്നത്. ദ ഫാദർ എൻജോയ്സ് പ്രൈഡ് ഇൻ സെയിങ്. അച്ഛൻ അഭിമാനത്തോടെ പറയുകയാണ്, വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്. ഞങ്ങളുടെ നെല്ല് കൃഷിയൊക്കെ നിർത്തിയിടാം. ഹി ആഡ്സ് ദാറ്റ് ദ ഗവൺമെൻറ് ഈസ് ഗിവിംഗ് റൈസ് ടു ദോസ് ഹു ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്. നെൽവയലില്ലാത്ത ആളുകൾക്ക് ഗവൺമെൻറ് റൈസ് നൽകുന്നുണ്ട്. ആൻഡ് ഹെൻസ് ഹി കൺക്ലൂഡ്സ് ദാറ്റ് ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ പ്രോഫിറ്റ്. ലാഭത്തിന് വേണ്ടി മണ്ടന്മാരാണ് നെൽകൃഷിയിലേക്ക് തിരിയുന്നത്. ദ പോയിറ്റ് ഹിയേഴ്സ് ദ സൗണ്ട് ഓഫ് ആൻ എയ്റോപ്ലെയിൻ. ഒരു എയ്റോപ്ലെയിൻ്റെ ശബ്ദം. അതൊരു മെറ്റഫറാണ്. ഷിപ്പ് ഓഫ് ദ സ്കൈ എന്നാണ് അദ്ദേഹം എയ്റോപ്ലെയിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് ദ ചീഫ് മിനിസ്റ്റർ ഈസ് ഗോയിങ് ടു ദ സെൻറ്റർ ടു ക്ലാമർ ഫോർ മോർ റൈസ്. കൂടുതൽ അരി ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് മിനിസ്റ്റർ ഡൽഹിക്ക് പോയിരിക്കുകയാണ്. ആൻഡ് ഹി എക്സ്ക്ലെയിംസ്, ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു മേക്സ് ടോയ്സ് വിത്ത് ഇറ്റ്. കുറച്ച് ഉമി കിട്ടുമോ കളിപ്പാട്ടം ഉണ്ടാക്കാൻ? ഉമിയുടെ നാടായിരുന്ന കേരളത്തിൽ, നെല്ലിൻ്റെ നാടായിരുന്ന കേരളത്തിലേക്ക് കുറച്ച് ഉമിയൂടെ കൊണ്ടുവരുമോ എൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? ദോ ദ പോയം ഈസ് റിട്ടൺ ഇൻ സിമ്പിൾ വേർഡ്സ്. വളരെ സിമ്പിൾ ലൈൻസിലാണ് എഴുതിയിരിക്കുന്നത്. വി സി സ്റ്റണ്ണിങ് സറ്റയേഴ്സ് ഹിയർ ആൻഡ് ദെയർ. ഞെട്ടിക്കുന്ന ആക്ഷേപഹാസ്യം അവിടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ദ പോയറ്റ് ഈസ് ലാഫിങ് അറ്റ് ദ ഇൻകൺസിസ്റ്റൻറ്റ് നേച്ചർ ഓഫ് ദ മലയാളി ഹു ലിവ് ഫോർ മണി. പണത്തിന് വേണ്ടി ജീവിക്കുന്ന മലയാളീസിൻ്റെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥിരതയില്ലാത്ത നേച്ചറിനെയാണ് കവി കളിയാക്കുന്നത്. ദ പോയറ്റ് അർജസ് അസ് ടു എ ഡീപ്പ് ഇൻട്രോസ്പെക്ഷൻ.
ആന്തരികമായി നമ്മളെ തന്നെ നമ്മളിലേക്ക് തന്നെ ഒരു തിരിഞ്ഞു നോട്ടമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക. ദ പോയം ഇസ് ഡിവൈഡ് ഇൻ ടു പാർട്സ്. പോയത്തിന് 2 പാർട്സ് ഉണ്ട്. ഇൻ ദ ഫസ്റ്റ് പാർട്ട്, ആദ്യത്തെ ഭാഗത്ത് വി സീ ദ പോയറ്റ്സ് അസംഷൻസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് ഹിസ് ഹോം ലാൻഡ്. തൻ്റെ ഹോം ലാൻഡിനെ പറ്റിയുള്ള തൻ്റെ അസംഷൻസും തൻ്റെ എക്സ്പെക്റ്റേഷൻസും പ്രതീക്ഷകളുമാണെങ്കിൽ ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ ദ പോയറ്റ് പെർസീവ്സ് ദ ഹാർഷ് റിയാലിറ്റി. അദ്ദേഹം ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. വെയർ ദ ഹോം ലാൻഡ് ബിക്കംസ് എ ഡ്രീം ലാൻഡ്. അദ്ദേഹത്തിൻ്റെ ഹോം ലാൻഡ് ഒരു ഡ്രീം ലാൻഡ് മാത്രമായി മാറിയിരിക്കുന്നു, ഒരു സങ്കല്പ ഭൂമിയായി മാറിയിരിക്കുന്നു. വിച്ച് നോ മോർ എക്സിസ്റ്റ്, അത് നിലനിൽക്കുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. എപ്പോഴും സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു പോയമാണ് റൈസ്. വലിയ പോയമായതുകൊണ്ട് അപ്രീസിയേഷൻ ചോദിക്കാം, പക്ഷേ വളരെ സിമ്പിളാണ്, പഠിച്ചിട്ട് പോകുക. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഒറ്റ ചാപ്റ്ററിൽ നിന്ന് ഒറ്റ എസ്സേ പഠിച്ചാൽ 2-3 ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു എസ്സേയാണ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഈ ഭാഗം പുസ്തകത്തിലില്ലാത്തതാണ്. ഒരു സ്പീച്ചോ ഒരു റൈറ്റപ്പോ എഴുതാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ബ്ലോഗ് എഴുതാനൊക്കെ ചോദിച്ചാൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി തന്നിരിക്കുന്ന പോയിൻ്റാണ്. പക്ഷേ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിച്ചാൽ ഈ ഭാഗം എഴുതേണ്ട കാര്യമില്ല. നോക്കുക, നൗ ഡേയ്സ്, ഇന്നത്തെ കാലത്ത് ദ യൂത്ത് ഈസ് ബീയിങ് മിസ്ലീഡ് ടുവേർഡ്സ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. ചെറുപ്പക്കാർ ഡ്രിങ്ക്സിലേക്കും ഡ്രഗ്സിലേക്കും മിസ്ലീഡ് ചെയ്യപ്പെടും. ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. യൂഷ്വലി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നൊരു മെത്തേഡ് ഇതല്ല. സെൻറ്റൻസുകൾ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ച് പോകുന്നൊരു മെത്തേഡാണ്. ഇതിപ്പോൾ ഒരു റിവിഷൻ, ജസ്റ്റ് ചാപ്റ്റേഴ്സ് ഒന്ന് ഓടിച്ച് കാണാൻ വേണ്ടി മാത്രം ഒരു ലെങ്തി വീഡിയോ ആയിട്ട് നമ്മൾ ചാപ്റ്റേഴ്സ് എല്ലാം ചെയ്യുവാണ്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിമനോഹരമായ രീതിയിൽ എടുത്തിരിക്കുന്ന ക്ലാസ് ഇതേ ചാനലിൽ യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾക്കത് കേട്ട് പഠിക്കാം. ഒരു 2-3 വട്ടം കേട്ടാൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് അത് കേട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. Nowadays, the youth is being misled towards drinks and drugs. ചെറുപ്പക്കാർ ഡ്രിങ്ക്സിലേക്കും ഡ്രഗ്സിലേക്കും മിസ്ലീഡ് ചെയ്യപ്പെടുന്നു. We have lost our traditional values. നമ്മുടെ മൂല്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും. The family bond which we kept for generations has been lost. തലമുറകളായിട്ട് നമ്മൾ കരുതി വന്ന ഫാമിലി ബോണ്ടൊക്കെ നഷ്ടപ്പെട്ടു. The values have been deteriorated. നമ്മൾ കരുതി വെച്ചിരുന്ന മൂല്യങ്ങളൊക്കെ ക്ഷയിച്ചു. Even the media influence people in wrong ways. മാധ്യമങ്ങൾ പോലും ആളുകളെ തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. There are no role models for the youth. ചെറുപ്പക്കാർക്ക് റോൾ മോഡൽസ് ഇല്ലാതായിരിക്കുന്നു. They think that the world of drinks and drugs would provide them comfort and luxury. ഡ്രഗ്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയും ലോകം അവർക്ക് കംഫർട്ടും ലക്ഷറിയും പ്രൊവൈഡ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നു. If there is no proper interference from the society, everything would end up in great chaos. സൊസൈറ്റി കൃത്യമായ രീതിയിൽ ഇടപെട്ടില്ല എങ്കിൽ എല്ലാം നാശത്തിലേ ചെന്ന് അവസാനിക്കുകയുള്ളൂ. ഇനി നമ്മുടെ ചാപ്റ്ററിലേക്ക് വരികയാണ്. വാട്ട് ആർ ഡ്രഗ്സ്? ഡ്രഗ്സ് ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് വിച്ച് ആർ യൂസ് ടു ക്യൂർ ഫിസിക്കൽ ഇൽനെസ്. ശാരീരികമായ രോഗത്തെ ചികിത്സിക്കാനും ആൻഡ് ടു ബാലൻസ് ദ മൈൻഡ്, ടു ബാലൻസ് ദ മെൻ്റൽ ഡിസ്റ്റർബൻസ്. മെൻ്റൽ ഡിസ്റ്റർബൻസുകൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഡ്രഗ്. എന്ന് വെച്ചാൽ ശാരീരികമായ പ്രശ്നമില്ലാത്തവർ, മാനസികമായ പ്രശ്നമില്ലാത്തവർ ഡ്രഗ്സ് യൂസ് ചെയ്യരുത്. യാതൊരു മരുന്നും യൂസ് ചെയ്യരുത്. നിങ്ങളുടെ ബോഡി ഹെൽത്തി അല്ല എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ് മരുന്ന് യൂസ് ചെയ്യുമ്പോൾ. യെസ്, നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ മരുന്ന് യൂസ് ചെയ്യാം. ചുമ്മാ ഒരു ചെറിയ തലവേദന വന്നെന്നോ എങ്ങാണ്ടൂടെ ഒരു പനി പോയെന്നോ പറഞ്ഞ് ഒരിക്കലും മരുന്ന് കഴിക്കരുത്. പനിയൊക്കെ പനിച്ച് തന്നെ മാറണം. അതൊരു അപകടകരമായ പനിയല്ല എങ്കിൽ, അപകടകരമായ പനിയാണെങ്കിൽ മരുന്ന് കഴിക്കണം. ഒരു സാധാ പനി, നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണമെന്ന് ബോഡി കാണിച്ചു തരുന്നൊരു സിംറ്റമാണ് ഒരു സാധാരണ പനി. സാധാരണ പനി വരുമ്പോൾ സാധാരണ രീതിയിൽ അത് മാറട്ടെ. അപ്പോൾ അസുഖമില്ലാത്തവർ മരുന്ന് കഴിക്കാൻ പാടില്ല. ഡ്രഗ്സ് ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് വിച്ച് ആർ യൂസ്ഡ് ടു ക്യൂർ ഫിസിക്കൽ ഇൽനെസ് ആൻഡ് ടു ബാലൻസ് സം മെൻ്റൽ ഡിസ്റ്റർബൻസസ്. ശാരീരികമായ രോഗങ്ങളെയും മാനസികമായ പ്രശ്നങ്ങളെയും ബാലൻസ് ചെയ്യാനാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. പീപ്പിൾ ബിലീവ് ദാറ്റ് എനി ഡിസീസ് ക്യാൻ ബി ക്യൂർഡ് ബൈ ടേക്കിംഗ് എ പിൽ. ഇന്നത്തെ കാലത്തെ വിശ്വാസമാണ് ഏത് രോഗവും ഒരു ഗുളിക കഴിച്ചാൽ മാറുമെന്ന് ആളുകൾ വിചാരിക്കുന്നത്. എനി ഡിസീസ് ക്യാൻ ബി ക്യൂർഡ് ബൈ ടേക്കിംഗ് എ പിൽ. മെഡിക്കൽ ജേർണൽസ് അഡ്വർടൈസ് ട്രാങ്കുലൈസേഴ്സ്, ആംഫിറ്റമൈൻസ് ആൻഡ് അതർ മൂഡ് ഓൾട്ടറിംഗ് ഡ്രഗ്സ്. വേദനാ സംഹാരികളും ഉറക്ക ഗുളികകളും മൂഡ് ചേഞ്ച് ചെയ്യുന്ന ഗുളികകളും ഒക്കെ മെഡിക്കൽ ജേർണൽസ് അഡ്വർടൈസ് ചെയ്യുന്നു. മെഡിക്കൽ ജേർണലിനെ വിശ്വസിച്ചാണ് നമ്മൾ ഈ ആധുനിക ആരോഗ്യ രംഗത്തെ പറ്റിയുള്ള അറിവ് നേടുന്നത്. ആ പുസ്തകങ്ങളിൽ പോലും ദേ അഡ്വർടൈസ് ട്രാങ്കുലൈസേഴ്സ്, ആംഫിറ്റമൈൻസ് ആൻഡ് അതർ മൂഡ് ഓൾട്ടറിംഗ് ഡ്രഗ്സ്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ദം. ഡോക്ടർമാരത് കുറിക്കുന്നു. ആൻഡ് പബ്ലിക് എക്സ്പെക്ട് മിറക്കിൾ ഫ്രം ദം. ആളുകൾ അതിൽ നിന്ന് അത്ഭുതം പ്രതീക്ഷിക്കുന്നു. Drugs are chemical compounds which are used to cure physical illness and to balance certain mental disturbances. People believe that any disease can be cured by taking a pill. Medical journals advertise tranquilizers, amphetamines and other mood altering drugs. Doctors prescribe them and public expect miracles from them.
ഡ്രഗ്സ് ഡിസ്ട്രോയ് ദ കപ്പാസിറ്റി ടു ഡീൽ വിത്ത് റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. റിയൽ ലൈഫ് സിറ്റുവേഷനെ ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഡ്രഗ്സ് നഷ്ടപ്പെടുത്തുന്നു. പീപ്പിൾ കൺസിഡർ ടേക്കിംഗ് പിൽസ് ആൻ ഈസി വേ ടു സോൾവ് ദെയർ പ്രോബ്ലംസ്. തങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ളൊരു ഈസി വേ ആണ് പിൽസ് കഴിക്കുന്നതെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. എ മെഡിസിൻ ഷുഡ് സ്യൂട്ട് ദ ഡിസീസ് ആൻഡ് ദ പേഷ്യൻറ്റ്. ഒരു മരുന്ന് പേഷ്യൻറ്റിനും ഡിസീസിനും സ്യൂട്ടബിൾ ആയിരിക്കണം. എ ഹെൽത്തി പേഴ്സൺ നീഡ് നോട്ട് ടേക്ക് എനി മെഡിസിൻ. ആരോഗ്യമുള്ള വ്യക്തി മെഡിസിൻ എടുക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഓൺലി അൺബാലൻസസ് ദ ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദ ബോഡി. ആരോഗ്യമുള്ള വ്യക്തി മെഡിസിൻ എടുക്കേണ്ട കാര്യമില്ല, അത് ബ്രെയിനിൻ്റെയും ബോഡിയുടെയും ഹെൽത്തി ഫങ്ഷനെ നശിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സം പീപ്പിൾ ഗെറ്റ് അഡിക്റ്റഡ് ടു ഡ്രഗ്സ്. ചില ആളുകൾ ഡ്രഗ്സിന് അഡിക്റ്റ് ആവും. ദേ ഫീൽ ലെസ് ആൻഡ് ലെസ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ഡ്രഗ്സ് കഴിച്ച് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. ഹെൻസ് ദേ ടേക്ക് ഓവർഡോസ്. അങ്ങനെ ഓവർഡോസ് എടുക്കാൻ തുടങ്ങും. ആൻഡ് ഫൈനലി ഇറ്റ് ലീഡ്സ് ടു ഫിസിക്കൽ ഡിസ്കംഫർട്ട് ആൻഡ് പേഴ്സണാലിറ്റി ചേഞ്ചസ്. അങ്ങനെ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. പേഴ്സണാലിറ്റി ചേഞ്ചസ്, സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. ദ മെൻ്റൽ ഡിസ്റ്റർബൻസ് ഈസ് സംതിങ് ലൈക്ക് പരനോയിയ ആൻഡ് ദ പേഷ്യൻറ്റ് സ്റ്റാർട്ട് ലൂസിങ് റിയൽ പെർസെപ്ഷൻ. മനുഷ്യന് പരനോയിയ വരികയും യാഥാർത്ഥ്യം ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോവുകയും ചെയ്യും. അങ്ങ് വിഷാദത്തിലേക്കൊക്കെ അങ്ങ് തള്ളിപ്പോവും മനുഷ്യൻ. ഇനി അടുത്തത് നമ്മളോട് പറയുന്നത് സെൻഷ്യൽ ഡ്രഗ്സിനെ പറ്റിയാണ്. സെൻഷ്യൽ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് ദ ബോഡി ഹാസ് നോ നീഡ് ഫോർ. ബോഡിക്ക് ഒരാവശ്യമില്ലാത്ത സാധനമാണ് സെൻഷ്യൽ ഡ്രഗ്സ്. ബട്ട് ഗീവ്സ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഭയങ്കര സന്തോഷം കൊടുക്കും, പക്ഷേ ബോഡിക്ക് ഒരാവശ്യമില്ലാത്ത സാധനമാണ് സെൻഷ്യൽ ഡ്രഗ്സ്. സെൻഷ്യൽ ഡ്രഗ്സ് ആർ ദോസ് ദ ബോഡി ഹാസ് നോ നീഡ് ഫോർ ബട്ട് ഗീവ്സ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. only naturally attained pleasures enlarge the sense of satisfaction. നാച്ചുറലായിട്ട് വരുന്ന സന്തോഷം മാത്രമേ നമ്മളുടെ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷനെ വർദ്ധിപ്പിക്കുകയുള്ളൂ. നിങ്ങൾക്ക് +2 ഫുൾ A+ കിട്ടി, നാച്ചുറൽ പ്ലഷറാണ്. അങ്ങനെയുള്ള പ്ലഷേഴ്സ് നിലനിൽക്കുകയുള്ളൂ. ആൻഡ് ക്യാൻ ബി റിപ്പീറ്റഡ് ഇൻഡെഫിനറ്റ്ലി. ആ പ്ലഷർ എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇൻഡ്യൂസ് ചെയ്തുണ്ടാക്കുന്ന പ്ലഷർ കുറേ കഴിയുമ്പോൾ സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും. സെൻട്രൽ ഡ്രഗ്സ് ക്യാൻ അപ്സെറ്റ് ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദ ബോഡി. സെൻട്രൽ ഡ്രഗ്സിന് നമ്മുടെ ബ്രെയിനിൻ്റെയും ബോഡിയുടെയും ഫങ്ഷൻസിനെ നശിപ്പിക്കാൻ പറ്റും. ദ ബ്രെയിൻ ഗവേൺസ് മൂഡ്സ്. ബ്രെയിനാണ് നമ്മുടെ മൂഡ്സിനെയും തോട്ട്സിനെയും ആക്ഷൻസിനെയും നിയന്ത്രിക്കുന്നത്. ത്രൂ എ സീരീസ് ഓഫ് കെമിക്കലി റെഗുലേറ്റഡ് ആക്ഷൻസ്. ഒരു കൂട്ടം കെമിക്കലി റെഗുലേറ്റഡ് ആക്ഷൻ, എൻസൈമുകൾ വെച്ചിട്ടുള്ള കെമിക്കലി റെഗുലേറ്റഡ് ആക്ഷൻ കൊണ്ട് ബ്രെയിനാണ് നമ്മളുടെ പ്രവർത്തികളെയും ചിന്തകളെയും നയിക്കുന്നത്. ദ ബ്രെയിൻ ഗവേൺസ് അവർ മൂഡ്സ്, തോട്ട്സ് ആൻഡ് സെൻസേഷൻസ് ആൻഡ് റെഗുലേറ്റ് അവർ ആക്ഷൻസ് through a series of chemically regulated actions. Since medicines are chemical compounds, മരുന്നുകളും chemicals ആണ്. Brain's pleasure reflexes get weakened by artificial stimulation. കൃത്രിമമായ സ്റ്റിമുലേഷൻ കാരണം ബ്രെയിനിൻ്റെ പ്ലഷർ റിഫ്ലക്സസ് വീക്കൻഡ് ആവും. സോ ദേ അഫക്ട് ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ് ഓഫ് എ പേഴ്സൺ. അത് ആളിൻ്റെ മെൻ്റൽ ഫിസിക്കൽ ഫിറ്റ്നസ്സുകളെ ബാധിക്കും. നോക്കിക്കേ, ദ ബ്രെയിൻ ഗവേൺസ് മൂഡ്സ്, തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ത്രൂ എ സീരീസ് ഓഫ് കെമിക്കലി റെഗുലേറ്റഡ് ആക്ഷൻസ്. Since medicines are chemical compounds, brain's pleasure reflexes get weakened by artificial stimulation. They affect the physical and mental fitness of a person. ഇത് അതിൻ്റെ ഒരു ടോട്ടൽ സമ്മറിയാണ്. ഇതെല്ലാം ഒന്നും വേണമെന്നില്ല. എന്തൊക്കെയാണ് ഡ്രഗ്സിൻ്റെ ഇഫക്റ്റ് എന്ന് നോക്കുക. ദി ഇഫക്റ്റ് റേഞ്ചസ് ഫ്രം ഡെലീറിയസ് ഇഫക്റ്റ് ടു ഡെത്ത്. ഭ്രാന്ത് ബാധിച്ച പോലൊരവസ്ഥ മരണം വരെ സംഭവിക്കാം. അവസാനം സംഭവിക്കാവുന്നതാണ് മരണം. വൺസ് എ പേഴ്സൺ ഗെറ്റ്സ് അഡിക്റ്റഡ്, ഒരാൾ അഡിക്റ്റഡ് ആയാൽ ഹി ക്യാൻ നോ മോർ സർവൈവ് വിത്തൗട്ട് ടേക്കിംഗ് മെഡിസിൻ. മെഡിസിൻ എടുക്കാതെ പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ലീഡ്സ് ടു ദ ഡീജനറേഷൻ ഓഫ് ഹെൽത്ത് ഡീജനറേറ്റ് ചെയ്യും, നശിക്കും. ഡിപ്ലീഷൻ ഓഫ് ബ്രെയിൻ ഫംഗ്ഷൻ, ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ ഇല്ലാണ്ടാവും, ഡിപ്ലീറ്റ് ചെയ്യും. ഇറ്റ് ക്യാൻ കോസ് ലിവർ ഡിസീസ്, ലിവറിന് രോഗം വരാം. വെനറൽ ഡിസീസ്, സെക്ഷൽ ഡിസീസ് വരാം. ഇൻഫെക്ഷൻ ഇൻ കിഡ്നീസ് ആൻഡ് ബ്രെയിൻ, കിഡ്നിക്കും ബ്രെയിനും ഇൻഫെക്ഷൻ വരാം. മരിജുവാന ആൻഡ് ടുബാക്കോ സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ് ഡിസീസ്. മരിജുവാനയും ടുബാക്കോയും വലിച്ചു കഴിഞ്ഞാൽ ലങ് ഡിസീസ് ഉണ്ടാവും. കൊക്കൈൻ ആൻഡ് ആംഫിറ്റമൈൻ മെയിൻ ലീഡ് ടു ഹെയർ ഫോൾ. കൊക്കൈനും ആംഫിറ്റമൈനും ഹെയർ ഫോൾ ഉണ്ടാക്കും. സ്നിഫിങ് കൊക്കൈൻ ക്യാൻ ഡാമേജ് ദ ടിഷ്യൂ ഓഫ് ദ നോസ്. കൊക്കൈൻ വലിച്ചു കഴിഞ്ഞാൽ നോസിനുള്ളിലെ ടിഷ്യൂസ് ഡാമേജ് ആവും. ബേബീസ് ഓഫ് വിമൻ അഡിക്റ്റഡ് ടു ഓപ്പിയം ആർ ലൈക്ലി ടു ബി ബോൺ അഡിക്റ്റഡ്. ഓപ്പിയം ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ മക്കൾ ഓപ്പിയം അഡിക്റ്റഡ് ആയിരിക്കും ജനിക്കുന്നത്. ഡ്രഗ് യൂസർ ബിക്കംസ് മോർ സസെപ്റ്റബിൾ. ഡ്രഗ് യൂസറിന് പല രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏതൊക്കെയാണ്? ന്യൂമോണിയ, ട്യൂബർക്കുലോസിസ്, മാൽന്യൂട്രീഷൻ. ഇതൊക്കെ വരാനുള്ള സാധ്യത, അതിനുള്ള സസെപ്റ്റബിലിറ്റി കൂടും. സെൻഷ്യൽ ഡ്രഗ്സ് അഫക്ട് ദ കെമിസ്ട്രി ഓഫ് ദ ബ്രെയിൻ സെൽസ്. സെൻഷ്യൽ ഡ്രഗ്സ് ബ്രെയിൻ സെൽസിൻ്റെ കെമിസ്ട്രിയെ അഫക്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് മേ ലീഡ് ടു എ ലോട്ട് ഓഫ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസോർഡേഴ്സ്. അത് മനുഷ്യനെ ഒരുപാട് ഫിസിക്കൽ മെൻ്റൽ ഡിസോർഡേഴ്സിലേക്ക് നയിക്കും. ദ അഡിക്റ്റ് ലൂസസ് ദ സെൻസ് ഓഫ് ബീയിങ് എലൈവ്. അഡിക്റ്റിന് താൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു ഫീലിംഗ് പോലും നഷ്ടപ്പെടും. നൗ ദ പോയം ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. മനോഹരമായൊരു പോയമാണ്. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്.
is a poem written by Ogden Nash. Ogden Nashൻ്റെ ഒരു ഹ്യൂമറസ് പോയമാണ് This is going to hurt just a little bit. The poet says that one thing he hates the most in life. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം one thing I like less than most things. എല്ലാ കാര്യങ്ങളെക്കാളിലും ഏറ്റവും കുറച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തുവാ? one thing I hate the most. ഞാൻ ഏറ്റവും വെറുക്കുന്നൊരു കാര്യം എന്താണെന്ന് നോക്കിക്കേ. ഈസ് സിറ്റിംഗ് ഇൻ എ ഡെന്റിസ്റ്റ് ചെയർ ഹാവിങ് മൈ മൗത്ത് വൈഡ് ഓപ്പൺ. എൻ്റെ വായുവൊക്കെ തുറന്ന് പിടിച്ചുകൊണ്ട് ഒരു ഡെന്റിസ്റ്റിൻ്റെ കസേരയിൽ ഇരിക്കുന്നതാണ് ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം. വൺ തിങ് ഐ ഹേറ്റ് ദ മോസ്റ്റ് ഈസ് സിറ്റിംഗ് ഇൻ എ ഡെന്റിസ്റ്റ് ചെയർ വിത്ത് മൈ മൗത്ത് വൈഡ് ഓപ്പൺ. ഹി ഹോപ്സ് ദാറ്റ് വൺസ് ഹി വിസിറ്റ്സ് ദ ഡെന്റിസ്റ്റിനെ ഒരിക്കൽ വിസിറ്റ് ചെയ്താൽ ദ പ്രോബ്ലം വിൽ ബി സോൾവ്. പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന പുള്ളിയുടെ വിചാരം. ഹിസ് ഹോപ്പ് റിമെയിൻസ് എ ഹോപ്പൻ. തൻ്റെ ഹോപ്പ് ഒരു ഹോപ്പനായിട്ട് മാറുന്നു. ഹോപ്പൻ മീൻസ് ഫ്യൂട്ടൈൽ ഹോപ്പ്, വ്യർത്ഥമായ പ്രതീക്ഷ. ഒരിക്കൽ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ പിന്നെ പോകേണ്ടി വരില്ല എന്നുള്ള പ്രതീക്ഷ വ്യർത്ഥമാണ്. ഒരിക്കൽ പോയാൽ പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് പോകേണ്ടി വരും. ബിക്കോസ് ദ ഫസ്റ്റ് വിസിറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റാർട്ട് ടുവേർഡ്സ് എ സീരീസ് ഓഫ് കൺസിക്യൂട്ടീവ് വിസിറ്റ്സ്. ഫസ്റ്റ് വിസിറ്റ് ഒരു സീരീസ് ഓഫ് വിസിറ്റ്സിൻ്റെ ആരംഭം മാത്രമാണ്. ഹി ഫൈൻഡ്സ് ദ പ്ലേസ് ടു ബി വൺ ഓഫ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ടോർച്ചർ. ഫിസിക്കൽ ടോർച്ചറിൻ്റെയും മെൻ്റൽ ടോർച്ചറിൻ്റെയും ഒരു സ്ഥലമാണ് ഡെൻ്റൽ ടോർച്ചർ, ഡെന്റിസ്റ്റിൻ്റെ സ്ഥലം. അപ്പോൾ ഡെൻ്റൽ ടോർച്ചർ ഈസ് ഈക്വൽ ടു ഫിസിക്കൽ ടോർച്ചർ പ്ലസ് മെൻ്റൽ ടോർച്ചർ. ശാരീരികമായ വേദനകൾ മാത്രമല്ല, മാനസികമായ ബുദ്ധിമുട്ടുമുണ്ട്. നമുക്ക് ചിലപ്പോഴൊക്കെ അടി കിട്ടുക, അത് ശാരീരികമായ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോഴൊക്കെ ഇൻസൾട്ട് ചെയ്യപ്പെടാം, അത് മാനസികമായ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടും ഉണ്ടാവും, മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാവും. ഞാൻ പറയുന്നതല്ല, കവി പറയുന്നതാണ്. എൻ്റെ അനുഭവം അതുതന്നെയാണ്. It is only physical and mental. It is not only physical and mental, it is also dental. So 3 type of discomfort: physical discomfort, mental discomfort and dental discomfort. അപ്പോൾ ഒരു ഡെന്റിസ്റ്റിൻ്റെ ചെയറിൽ പോയിരുന്നാൽ നമുക്കിതെല്ലാം ഉണ്ടാവും. വളരെ ശരിയാണ്. കവി പറയുന്നു, എനിക്കും അനുഭവമുണ്ട്, നിങ്ങൾക്കും ഉണ്ടായിരിക്കും ഒരു പക്ഷേ. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ബട്ട് ഓൾസോ dental. One cannot be self-possessed in front of a dentist. ഡെന്റിസ്റ്റിന് മുമ്പിൽ പോയി ആർക്കെങ്കിലും മാന്യമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. പുള്ളി പറയും വാ പൊളിക്കാൻ, വായുവൊക്കെ പൊളിച്ച് ആന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കേണ്ടി വരും. എന്തൊരു കഷ്ടമാണല്ലേ. One may press his fingernails into his palms. ഒരാൾ വേദന സഹിക്കാൻ വയ്യാതെ വിരലുകളൊക്കെ നഖമൊക്കെ കയ്യിലോട്ട് അങ്ങ് അമർത്തി ഇറക്കും. And make alterations in the important ലൈഫ് ലൈൻസിലൊക്കെ ഓൾട്ടറേഷൻ വരുത്തും. നോക്കിക്കുക, ഒരു മനുഷ്യൻ 110 വർഷം വരെ ജീവിച്ചിരിക്കേണ്ടതായിരുന്നു. പക്ഷേ വേദന സഹിക്ക വയ്യാതെ പുള്ളി കയ്യിലൊരു അമക്ക്, ആ 80ാമത്തെ വയസ്സിൻ്റെ അവിടെ വെച്ച് ലൈഫ് ലൈൻ മുറിഞ്ഞു പോയി. പുള്ളിയുടെ ആയുസ് കുറഞ്ഞില്ലേ. വൺ കനോട്ട് ബിഹേവ് ഇൻ എ നോർമൽ വേ വൈൽ സിറ്റിംഗ് ഇൻ എ ഡെന്റിസ്റ്റ് ചെയർ. ഒരാൾ ഡെന്റിസ്റ്റിൻ്റെ ചെയറിലിരിക്കുമ്പോൾ അയാൾക്ക് നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ല, വേദന സഹിക്കാൻ പറ്റില്ല. The poet considers the dentist chair as one of the 2 or 3 worst places where a person could be. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ആയിരിക്കാൻ പറ്റുന്ന ഏറ്റവും മോശം 2-3 സ്ഥലങ്ങൾ എടുത്താൽ അതിലൊന്നാണ് ഡെന്റിസ്റ്റിൻ്റെ ചെയർ. ഏറ്റവും മോശം സ്ഥലങ്ങളിൽ ഒന്നെന്നല്ല പറഞ്ഞത്, ഏറ്റവും മോശം 2-3 സ്ഥലങ്ങളിലൊന്ന്. So the poet says that the dentist chair is one of the worst places, one of the worst 2 or 3 places in life എന്നാ പറ. The mouth becomes like a section of road. ഇത് സിമിലിയാണ്, കമ്പാരിസനാണ്. നമ്മുടെ വായുടെ ഉൾഭാഗം ഒരു റോഡ് കണക്കിനാണ്. ഡോക്ടർ മേക്സ് യൂസ് ഓഫ് സ്റ്റോൺ ക്രഷേഴ്സ്, പല്ല് പൊടിക്കുന്ന യന്ത്രം, കോൺക്രീറ്റ് മിക്സേഴ്സ് ഉപയോഗിക്കുന്നു, ഡ്രിൽസ് ഉപയോഗിക്കുന്നു. പല്ലൊക്കെ അങ്ങ് പൊടിക്കുമല്ലേ. ഓൾ ദ നെർവ്സ് ഇൻ ദ ഹെഡ് ആർ ബീങ് ഡിസ്റ്റർബ്ഡ് അപ്പോൺ. നമ്മുടെ തലയ്ക്കുള്ളിലെ ഓരോ നെർവും ഡിസ്റ്റർബ് ചെയ്യപ്പെടും. ദ ടീത്ത് ആർ ബീങ് ഡിമോളിഷ്ഡ്. പല്ലുകളൊക്കെ ഡിമോളിഷ് ചെയ്യപ്പെടും, തകർക്കപ്പെടുകയാണ്. The use of a mirror is the most terrifying thing. ഒരു കണ്ണാടിയുടെ ഉപയോഗം. ഡോക്ടർ വായ്ക്കുള്ളിലേക്ക് ഒരു ചെറിയ കണ്ണാടി വെച്ച് നോക്കും, അതാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന കാര്യം, ടെറിഫയിങ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താ? ദ ഡോക്ടർ മേ മിസ്റ്റേക്ക് ലെഫ്റ്റ് ഓർ റൈറ്റ് ആൻഡ് വൈസ് വേഴ്സ. കണ്ണാടി കൂടെ നോക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ആണെന്ന്, റൈറ്റ് ലെഫ്റ്റ് ആണെന്നും തോന്നും അല്ലേ. ക്രിക്കറ്റ് കളി TV സ്ക്രീനിൽ കണ്ണാടി കൂടെ കണ്ടു നോക്കിക്കേ, റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ ലെഫ്റ്റ് ഹാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഫുട്ബോൾ കളി കണ്ടു നോക്കിക്കേ, റൈറ്റ് ലെഗ് യൂസ് ചെയ്ത് ബോൾ പാസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ലെഫ്റ്റ് ലെഗ് കൊണ്ടാണ് പാസ് ചെയ്യുന്നതെന്ന്. സോ the use of a mirror is the most terrifying thing. He may take right for left and left for right. The poet calls the dentist an ursa, a female bear. ഉർസ ഒരു ഫീമെയിൽ ബെയറാണ്. ഈ പോയിറ്റിനെ കണ്ടിട്ട് ഇങ്ങനെ വലിച്ചു പറിച്ചെടുക്കുന്ന ഒരു ഫീമെയിൽ ബെയറിനെ പോലെ തോന്നുന്നു എന്നാണ് പറഞ്ഞത്. മെറ്റഫറാണ്. He also says that the dentist circle is the most vicious circle. ഡെന്റിസ്റ്റിൻ്റെ സർക്കിളാണ് ലോകത്തിലെ ഏറ്റവും വിഷ്യസ് ആയിട്ടുള്ള സർക്കിൾ.
The doctor fills something from cellar to roof that the poet suspect is the thing that is put to shine a horse hoof. ഒരു കുതിരയുടെ കുളമ്പ്, ഹോഴ്സ് ഹൂഫ്, കുതിരക്കുളമ്പ് ഷൈൻ ചെയ്യാൻ വേണ്ടി ഇടുന്ന സാധനം, ആ സെയിം സാധനമാണ് നിങ്ങളുടെ പല്ലിൻ്റെ സെല്ലാർ മുതൽ, സെല്ലാർ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് റൂമാണ്. അപ്പോൾ നമ്മുടെ പല്ല് നോർമലി കുഴിക്കുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ അകത്തോട്ട് അല്ല, റൂട്ട് കനാലൊക്കെ ചെയ്യുന്നവർക്കറിയാം, പല്ലിൻ്റെ അകം വരെയും കുഴിച്ചു പോയിട്ട് സെല്ലാർ മുതൽ റൂഫ് വരെ കുതിരക്കുളമ്പ് മിനുക്കാൻ തേക്കുന്ന സാധനം വെച്ച് ഫില്ല് ചെയ്യുന്ന കവിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞതല്ല, കവി പറഞ്ഞതാണേ. ദ ഡെന്റിസ്റ്റ് സജസ്റ്റ് വിസിറ്റിംഗ് ഹിം അഗെയിൻ. ഡെന്റിസ്റ്റ് പറയും പോയിട്ട് വരാൻ. അപ്പോൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം ഒരു വട്ടം പോയി പ്രശ്നം പരിഹരിക്കാൻ ചെല്ലും. പുള്ളി പ്രശ്നമൊക്കെ നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് സംസാരിക്കും, എന്നിട്ട് പറയും പോയിട്ട് വരാൻ. അങ്ങനെ പോക്കും വരവുമായിട്ട് പല്ലെ കമ്പിയൊക്കെ ഇട്ട് 2-2.5 വർഷം അങ്ങനെ അങ്ങ് പോകും. ദ പോയിറ്റ് എൻഡ്സ് ദ പോയം ബൈ ഗിവിങ് ആൻ അഡ്വൈസ്. കവി ഒരു അഡ്വൈസ് ഒക്കെ തന്നിട്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. ഇഫ് വൺ വാണ്ട്സ് ടു ഹാവ് ഹെൽത്തി ടീത്ത്, നിങ്ങൾക്കൊരു ഹെൽത്തി ടീത്ത് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ യു ഷുഡ് നോട്ട് ഗോ ടു ദ ഡെന്റിസ്റ്റ്. നിങ്ങൾ ഒരിക്കലും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകരുത്. ഇഫ് യു വാണ്ട് ഹെൽത്തി ടീത്ത് യു ഷുഡ് നോട്ട് ഗോ ടു ദ ഡെന്റിസ്റ്റ്. The poem is a satire on treatment strategies of the dentist. ഡെന്റിസ്റ്റുകളുടെ ചികിത്സാ രീതികളെ കളിയാക്കുന്ന ഒരു പോയമാണ്. The poet makes use of pun words like hop, hopen, 3 months, etc. കവിതയിൽ പൺ വേർഡ്സ് ഉണ്ട്, ഹോപ്പ്, ഹോപ്പെന്നും 3 months ഇല്ലാത്ത വാക്കുകളാണ്. To add effect to the poem, പോയത്തിന് ഇഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയാണ്. ഹോപ്പ്, ഹോപ്പൻ റെപ്പറ്റേഷൻ ഓഫ് ഹാ സൗണ്ട് ആയതുകൊണ്ട് അതൊരു അലിറ്ററേഷൻ കൂടിയാണ്. The poem consists of rhyming couplets. Rhyming couplets ആണ് പോയത്തിലുള്ളത്. We see rhyming words such as open, hopen, mental, dental, calm, palm, benign, dignity, polish, demolish. ഇങ്ങനെയുള്ള rhyming pairs കാണാൻ പറ്റും. The poet deals with an everyday reality that one keeps on going to a dentist to keep his teeth in good condition when the situation is such that one's teeth get destroyed after visiting a dentist. We go to the dentist to keep our teeth in good condition. A person goes to the dentist to keep his teeth in good condition, whereas if he wants to have his teeth in good condition, he should not go to the dentist. Why do we go to the dentist? We go to the dentist to keep our teeth in good condition. But if we want to have our teeth in good condition, നമുക്ക് നമ്മുടെ പല്ലുകൾ ഗുഡ് കണ്ടീഷന് വേണമെന്നുണ്ടെങ്കിൽ we should not go to the dentist. നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പാടില്ല എന്നാണ് കവി പറയുന്നത്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ള ലാസ്റ്റ് ചാപ്റ്ററോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുന്നു. ഞാൻ 1-2 മിസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇർഫാൻ ആലമിൻ്റെ ഷഹീൻ മിസ്രിയുടെ പാഠത്തിൽ അവരെ നമ്മുടെ സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഇമെയിലോ ഒരു ലെറ്ററോ ചോദിക്കാം. പിന്നെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു പാഠം, ഹ്യൂമറസ് ആണെന്നാണ് പറയുന്നത്, പക്ഷേ ഔട്ട്ഡേറ്റഡാണ്. ഈ 2 പാഠം വിട്ടിട്ടാണ് നമ്മൾ, ഈ 2 കാര്യം വിട്ടിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ 2 കാര്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ നിലയ്ക്ക് പഠിക്കുക, ബാക്കിയെല്ലാം ഇതിനകത്തിലുണ്ട്. ഇതിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ട് പോയാൽ മതി. It is a satirical story on a society which has wrong concepts on education and child mentoring. വിദ്യാഭ്യാസത്തെ പറ്റിയും ചൈൽഡ് മെൻറ്ററിങ്, കുട്ടികളെ വളർത്തുന്നതിനെ പറ്റിയും റോങ് കോൺസെപ്റ്റ്സ് ഉള്ളൊരു സൊസൈറ്റിയെ പറ്റിയുള്ള ഒരു സറ്റേറിക്കൽ സ്റ്റോറിയാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഇറ്റ് ഈസ് എ സറ്റേറിക്കൽ സ്റ്റോറി ഓൺ എ സൊസൈറ്റി വിച്ച് ഹാസ് റോങ് കോൺസെപ്റ്റ്സ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് മെൻറ്ററിങ്. ദ മേജർ ഫിഗർ ഇൻ ദ സ്റ്റോറി ഇസ് എ ടീച്ചർ. ഈ കഥയിലെ മേജർ ഫിഗർ ഒരു ടീച്ചറാണ്. ആ ടീച്ചറിൻ്റെ പ്രത്യേകത എന്താ? ഈ ടീച്ചേഴ്സ് ദ ഒൺലി സൺ ഓഫ് എ കപ്പിൾ. ഒരു കപ്പിളിൻ്റെ ഒരേ ഒരു മകനെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ദ കപ്പിൾ പാമ്പർ ഹിം ടു മച്ച്. കപ്പിൾ അവനെ ഒരുപാട് ലാളിക്കുന്നു. ആൻഡ് പ്രൊവൈഡ് ഹിം ഓൾ ദ ഫെസിലിറ്റീസ്. അവൻ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നു. So the major figure in the story is a teacher who teaches the only son of a couple. The couple pamper the son too much and provides him all the facilities. They make a nursery of their own and appoint a teacher there. സ്വന്തമായിട്ട് ഒരു നഴ്സറി ഉണ്ടാക്കി അവിടെ ടീച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. They start advising the teacher on how the boy should be mentored. ഈ കുട്ടിയെ എങ്ങനെ മെൻറ്റർ ചെയ്യണമെന്ന് ടീച്ചറിനെ ഉപദേശിക്കുകയാണ് ഈ പേരൻസ്. They act as if they are psychologists. തങ്ങൾ മനഃശാസ്ത്രജ്ഞരാണെന്നുള്ള രീതിയിലാണ് അവർ ആക്ട് ചെയ്യുന്നത്. The teacher has to consider the child as a toy made of thin glass. ഈ കുട്ടിയെ തിൻ ഗ്ലാസ് കൊണ്ട്, കട്ടി കുറഞ്ഞുള്ളൊരു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കളിപ്പാട്ടം മാതിരി വേണം ഈ ടീച്ചർ കെയർ ചെയ്യാനായിട്ട്. The teacher was not interested, but the only reason why he continued was the 30 rupees they paid him on the first of every month. ടീച്ചറിന് വലിയ താല്പര്യമൊന്നുമില്ല, ബട്ട് ദ ഓൺലി റീസൺ വൈ ഹി കണ്ടിന്യൂഡ്, അദ്ദേഹം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരേ ഒരു റീസൺ ദ 30 rupees ദേ പെയ്ഡ് എവറി മന്ത്. അവരെല്ലാ മാസവും പേ ചെയ്യുന്ന 30 rupees കാരണമാണ് അദ്ദേഹം വരുന്നത്. അത് കൃത്യമായിട്ട് പേ ചെയ്യും. ദ ബോയ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ ഹിസ് സ്റ്റഡീസ്. പയ്യനും പഠിക്കാൻ താല്പര്യമൊന്നുമില്ല. ഹീ ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ്, ബട്ട് ദ സിസ്റ്റം കമ്പൽസ് ഹിം ടു സ്റ്റഡി. പക്ഷേ ആ എഡ്യൂക്കേഷൻ സിസ്റ്റം അവനെ പഠിപ്പിക്കാൻ കമ്പൽ ചെയ്യുകയാണ്. ദ ടീച്ചർ
wants to complete the lesson for the fear of parents. ടീച്ചറിന് പേരൻസിനെ ഭയം കാരണം പാഠം പഠിപ്പിച്ച് പോകണം. കാരണം കുട്ടിക്ക് ഒറ്റയടിക്ക് പ്രൊമോഷൻ കിട്ടി ഡബിൾ പ്രൊമോഷൻ കിട്ടണമെന്നാണ് പേരൻസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പേരൻസിനെ പേടിച്ച് ടീച്ചർ പോർഷൻസ് കവർ ചെയ്യുകയാണ്. The teacher in a difficult situation happens to beat the child. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ടീച്ചർ കുട്ടിയെ അടിക്കുന്നു. And the boy's cheeks turn red. പയ്യൻ്റെ കവളൊക്കെ ചുമക്കുകയാണ്. The boy threatens the teacher to stop the lessons. പാഠം നിർത്തിക്കോളാൻ ടീച്ചറിനെ പേടിപ്പിക്കുന്നു, ത്രട്ടൺ ചെയ്യുന്നു. The teacher is forced to act as a station master when he plays with his rail set. പയ്യൻ അവൻ്റെ റെയിൽ സെറ്റ് കൊണ്ട് കളിക്കുമ്പോൾ ടീച്ചർ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ആക്ട് ചെയ്യേണ്ടി വരുന്നു. The boy makes the teacher obey him such that the teacher feels tired out of his situation. ടീച്ചറിന് തൻ്റെ ആ ഒരു അവസ്ഥയോർത്ത് സങ്കടം തോന്നുന്ന തരത്തിൽ കുട്ടി ടീച്ചറിനെ അനുസരിപ്പിക്കുന്നു. The child makes the teacher obey in such a way that he feels tired out of his situation. Finally, the boy falls in trouble when the parents ask about his studies. പഠനത്തെപ്പറ്റി ചോദിക്കുമ്പോൾ കുട്ടി അപകടത്തിൽപ്പെടുന്നു. and the teacher rescues him from the situation. ടീച്ചർ പയ്യനെ ഈ സാഹചര്യത്തിൽ നിന്ന് റെസ്ക്യൂ ചെയ്യും. ഇതിനകത്തുനിന്ന് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റിനോട് ചോദിക്കാം എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി. അതും എവിടെന്നെങ്കിലും നിങ്ങൾ വായിച്ച് പഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളൊരു 3-4 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കി എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഒരു 60-70 മാർക്ക് ഇതിൽ തന്നെ കിട്ടും. നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെയും ഗ്രാമറിൻ്റെയും വീഡിയോസ് പുറകിന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വിഷസ്. ഇത് മാത്രം കേട്ടുകൊണ്ടിരിക്കരുത്, നിങ്ങളിരുന്ന് പഠിക്കുക, ടെക്സ്റ്റ് വായിക്കുക. ഓൾ ദ ബെസ്റ്റ് വിഷസ്.